വാസികളെ വീടുണ്ടോ വേറെ, വീടുണ്ടോ വേറെ, വീടുണ്ടോ വേറെ, മരണം നമ്മെ ജപ്തി ചെയ്തിടുമ്പോൾ മണ്ണിൻ്റെ വീട്ടിൽ വാസമായോരെ കൂടാരവാസികളെ വീടുണ്ടോ വേറെ, മരണം നമ്മെ ജപ്തി ചെയ്തിടുമ്പോൾ വീടുണ്ടോ വേറെ, വീടുണ്ടോ വേറെ, വീടുണ്ടോ വേറെ, മരണം നമ്മെ ജപ്തി ചെയ്തിടുമ്പോൾ. ഉണ്ടോ? ഉണ്ടോ? ഗ്ലോറി ടു ഗോഡ്. 2 ഭവനങ്ങളാണ് വേറെ ഉള്ളത്. അതിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഹല്ലേലൂയ. ക്രിസ്തു നമ്മളെ തുപ്പിയാൽ നമ്മൾ പ്രത്യാശിക്കുന്ന ഭവനം നമുക്ക് ലഭ്യമാകില്ല. അതിന് യോഗ്യതയുള്ളവരായി നാം തീരണം. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങളെ തേടി വരുമ്പോൾ, ഞാൻ നിങ്ങളെ വീണ്ടും ചേർക്കാൻ വരുമ്പോൾ ഞാൻ നിങ്ങളെ എന്നോട് ചേർക്കും. എന്നോട് ചേർക്കാതെ തുപ്പുകയാണെങ്കിൽ പ്രിയമക്കളെ നമ്മുടെ കാര്യം ബുദ്ധിമുട്ടിലാകും. അതുകൊണ്ട് ഓടുന്നവൻ ജയം പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുക. നിൽക്കുന്നു എന്ന് ചിന്തിക്കുന്നവൻ വീഴാതിരുപ്പാൻ നോക്കിക്കൊള്ളുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടെ ദൈവസന്ധി ആയിരിക്കാം. എല്ലാവരെയും സ്വർഗസ്ഥ പിതാവിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കൊല്ലം പട്ടണത്തിൽ ദൈവത്തിൻ്റെ തിരുവചനവുമായി നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ച വലിയ കൃപയ്ക്കായി ദൈവത്തിന് നന്ദി പറയുകയാണ്. നമ്മൾ രാവിലെ കാലം കേട്ട ആ ദൈവിക ചിന്തയുടെ ഒരു മൊത്തത്തിലെ രൂപമാണ് ഈ 2 വരികളിലൂടെ നിങ്ങൾ കേട്ടത്. മണ്ണിൻ്റെ വീട്ടിൽ വാസം ചെയ്യുന്നവരാണ് നാം. ഈ ശരീരം മണ്ണിൻ്റെ വീട് കൊണ്ട്, മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയത് ഒരു വീടാണ്. ഈ വീട്ടിൽ നമുക്ക് അധികം താമസിക്കാൻ പറ്റില്ല. അതിവേഗം ഈ വീട് ഒഴിഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് ആ വീട് മണ്ണിലേക്ക് തിരികെ പോകും. അതുകൊണ്ടാണ് മനുഷ്യൻ ഈ മണ്ണാകുന്നു, മണ്ണിലേക്ക് തിരികെ ചേരുമെന്ന് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അത് മനുഷ്യൻ്റെ ശരീരമാണ്, മനുഷ്യൻ താമസിക്കുന്ന ഭവനമാണ്. അത് മണ്ണിലേക്ക് പോവുകയാണ്. മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകുന്നു. ആത്മാവ് അതിൻ്റെ ഉടയവനായ ദൈവത്തെങ്കിലേക്ക് മടങ്ങിപ്പോകുന്നു. അതിനോട് ചേർന്ന് പോകണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായിരിക്കണം. ദേഹി ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്താൽ ഉടയവനായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകുന്ന ആത്മാവോട് കൂടെ നമുക്ക് ചേരാം. അല്ല എങ്കിൽ ഇതാ തീപ്പൊയ്കയാണ്. ഓൾറെഡി ആദത്തിൽ ജനിക്കുന്ന എല്ലാ മക്കളുടെയും ഡെസ്റ്റിനേഷൻ തീപ്പൊയ്കയാണ്, ശിക്ഷയിലാണ് അവർ. എന്നാൽ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഏതൊരു വ്യക്തിയും ഇതാ സൗജന്യമായി ആ ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുകയാണ്. എന്നാൽ അതുകൊണ്ട് ആ ശിക്ഷയിൽ എത്തിച്ചേരുമെന്നില്ല, ആ ശിക്ഷയിൽ നിന്ന് വിടുതലായിത്തീരുമെന്നില്ല. നമ്മൾ ജയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരാൻ കഴിയുള്ളൂ. സ്വർഗീയ ഭവനത്തിൽ എത്തിച്ചേരാത്തവർ വീണ്ടും പഴയ ഡെസ്റ്റിനേഷനിൽ തന്നെ അവസാനിക്കും. ഹല്ലേലൂയ. ആരംഭിച്ചു എങ്കിലും ആരംഭിച്ചതിനേക്കാൾ നല്ലതാണ് അവസാനിപ്പിക്കുന്നത്. അവസാനിപ്പിക്കാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ. എപ്പോഴും നല്ലതാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഒരു കാര്യത്തിൻ്റെ ആരംഭത്തെക്കാൾ നല്ലതാണ് അതിൻ്റെ അവസാനം. രക്ഷിക്കപ്പെടുക എന്നുള്ളത് ആരംഭമാണ്, എന്നാൽ ദൈവരാജ്യം അവകാശമാക്കുക എന്നുള്ളത് അവസാനമാണ്. ഹല്ലേലൂയ. അങ്ങനെ അതായത് രക്ഷിക്കപ്പെടുന്നത് വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ്, ഒരു എൻഗേജ്മെൻറ്റുമായിട്ടാണ് അതിനെ കമ്പയർ ചെയ്തിരിക്കുന്നത്. എൻഗേജ്മെൻറ്റ്, ഒരു വിവാഹ നിശ്ചയം. എന്നാൽ അവകാശമാക്കുന്നതിനെ ഒരു വിവാഹവുമായിട്ടാണ് അതിനെ ഉപമിച്ചിരിക്കുന്നത്. എത്രയോ വിവാഹ നിശ്ചയങ്ങൾ നടന്നു, വിവാഹം നടക്കാതിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ രക്ഷ കൊണ്ട് മാത്രം തൃപ്തിയാകരുത്, പകരം ദൈവരാജ്യം അവകാശമാക്കുവാനായിട്ട് ഇടയാകണം. അതിൻ്റെ അർത്ഥമാണ് രക്ഷാപൂർത്തിയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയാകണം. ഹല്ലേലൂയ. അപ്പോൾ അതിനെ എല്ലാവരും ഉത്സാഹിക്കുക. ഇതിനെക്കുറിച്ച് വിശ്വാസികൾക്ക് പോലും ആ ഒരു ക്ലിയർ പിക്ചർ ഇല്ല. എന്താണ് രക്ഷിക്കപ്പെടുക? അവരുടെ ചിന്ത എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടാൽ എല്ലാം ശരിയായെന്നുള്ളതാണ്. രക്ഷിക്കപ്പെട്ടാൽ എല്ലാം ശരിയാകാനുള്ള തുടക്കമാണ്. എല്ലാം ശരിയാകാനുള്ള തുടക്കമാണ്. രക്ഷിക്കപ്പെടുക എന്നുള്ള ആരംഭമാണ്. എന്നാൽ ദൈവരാജ്യം അവകാശമാക്കുക എന്നുള്ളത് അവസാനമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, ക്രിസ്തു എന്ന ഏകപുരുഷനുമായി ഞാൻ നിങ്ങളെ വിവാഹം നിശ്ചയം ചെയ്തിട്ടേ ഉള്ളൂ രക്ഷിക്കപ്പെടൽ. വിവാഹം നടന്നിട്ടില്ല. അദ്ദേഹം ഭയപ്പെട്ടാണ്. ഇങ്ങനെ പോയ വിവാഹം നടക്കുമെന്നുള്ള കാര്യം സംശയമാണ്, ഞാൻ ഭയപ്പെടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഈ ഭയം
നമുക്കും ഉണ്ടാകണം. അദ്ദേഹം ഒരു ദല്ലാളിനെ പോലെയാണ് അദ്ദേഹം അവിടെ തന്നെ അവതരിപ്പിക്കുന്നത്, ഒരു സുവിശേഷകനെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഭയം നമുക്കും വേണം. ഈ ആരംഭിച്ചത് അവസാനിക്കുവാനായിട്ട് ഇടയാകണം എന്ന് വളരെ ശ്രദ്ധയോടുകൂടെ നമ്മുടെ ജീവിതം നാം കീപ്പ് ചെയ്യുക. യേശു ഒരിക്കലും നമ്മൾ തുപ്പാനിടയായിരുന്നു, തുപ്പിക്കഴിഞ്ഞാൽ കരിയില്ല. അതിനാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുകയല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുകയാണ് വേണ്ടത് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ഒരു ചോദ്യം ആ ചേട്ടായി ചോദിക്കണം. എന്താണ് ചോദിക്കേണ്ടത്? അപ്പോൾ പിന്നെ അടുത്ത ചോദിക്കണേ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് ചോദിക്കണം. ഇങ്ങനെ ചോദിച്ചു വരുമ്പോഴാണ് ഇതിനൊരു മൂച്ച് വരുന്നത്. ഓക്കെ ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം. അതായത് എനിക്ക് കളക്ടറാകണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് ഞാൻ എന്ത് പഠിക്കണം ഇല്ലേ എന്ന് ചോദിക്കണം. ആ പഠിക്കുന്ന കോഴ്സിനെ കുറിച്ച് കേൾക്കുമ്പോൾ അത് എങ്ങനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പാസ്സാകാൻ കഴിയുന്നത് എന്നെല്ലാം നാം മനസ്സിലാക്കി അത് നാം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് ഇടയാകണം. ബാക്കിയെല്ലാം വെറുതെയാണ്, എല്ലാം ഇവിടെ മണ്ണോട് തീരുക. ഇവിടുത്തെ എല്ലാ ഗ്ലോറി, ഇവിടെ സമ്പാദിച്ച ഡിഗ്രിയും PhDയും ഇവിടെ സമ്പാദിച്ച എല്ലാ മാനുഷിക ഇൻഫ്ലുവൻസുകളും രാഷ്ട്രീയ പദവികളും ചർച്ചിലെ പദവികളും എല്ലാം ഇവിടെ കൊണ്ട് തീരും. ഒന്നും നിൽക്കത്തില്ല, ഒരു സൗന്ദര്യവും നിലനിൽക്കത്തില്ല, ഒരാരോഗ്യവും നിലനിൽക്കത്തില്ല, എല്ലാം തീരും. എന്നാൽ ശരീരാഭ്യാസം അല്പ പ്രയോജനമുള്ളതാണ്. കുറച്ച് എക്സസൈസ് ഒക്കെ എടുക്കുന്നത് കുറച്ച് പ്രയോജനമുണ്ട്, അതുകൊണ്ടും കാര്യമില്ല. കാരണം ഈ എക്സസൈസ് എടുക്കുന്ന ശരീരം വീണ്ടും മരിച്ചു പോകും. അതുകൊണ്ട് എപ്പോഴും മനസ്സിലാക്കട്ടെ, വാസസ്ഥലം മാറണം, അതിനുവേണ്ടി ഒരുങ്ങുക. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് വാസസ്ഥലം മാറുന്നത്, ഏത് രീതിയിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാം രാവിലെ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2 വാസസ്ഥലങ്ങളെക്കുറിച്ചാണ് നമ്മുടെ മനസ്സിലാക്കിയത്. ഒന്ന്, നമ്മുടെ ശരീരമാകുന്ന വാസസ്ഥലം 70 ഏറിയാൽ 80 വർഷത്തിനുള്ളിൽ ഒഴിഞ്ഞു കൊടുക്കണം മാക്സിമം പോയി കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ വേറൊരു വാസസ്ഥലം വേണം. അപ്പോഴാണ് യേശു പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കാനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വാസസ്ഥലം വേറെ ആരുമല്ല, നാം വസിക്കുന്നത് സ്വർഗ്ഗസ്ഥ പിതാവോടുകൂടി ജീവിക്കേണ്ടതിന് നാം വസിക്കുന്നത് യേശുവിലാണ്. യേശുവിൽ വസിക്കണം, യേശുവിലൂടെ കിടക്കണം. ആ ഒരു തലം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ചുരുക്കി പറഞ്ഞാൽ യേശുവിനെ നാം അനുഗമിക്കണം. അതിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അത് യേശുവിനെ അനുഗമിക്കുന്നതില്ലാത്ത സുവിശേഷീകരണം യഥാർത്ഥത്തിൽ എന്താ പറയുക, അതൊരു കബളിപ്പിക്കലാണ്. യേശുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ കോറ്. യേശുവെ അനുഗമിക്കുന്നതിലൂടെ നാം യേശുവിലൂടെ കടക്കുകയാണ്. യേശുവിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ ഇതുമായുള്ള ബന്ധത്തിൽ നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ അടുത്ത വാസസ്ഥലം ഏതാണ് എന്നുള്ളതാണ്. യേശു പറയുന്നൊരു കാര്യം യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു പറയുകയാണ്, എൻ്റെ പിതാവ് തോട്ടക്കാരനാണ്, ഞാൻ മുന്തിരിവള്ളിയാണ്, നിങ്ങൾ ശാഖകളാണ്. എന്നിൽ വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ വേറൊരിടത്ത് വസിക്കുന്നുണ്ട്. ഈ ശരീരത്തിൽ എന്നിൽ വസിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ വേറൊരിടത്ത് വസിക്കുന്നുണ്ട് ഈ ശരീരത്തിൽ. പക്ഷെ അത് ചുള്ളിക്കമ്പ് പോലെയാണ്. ചുള്ളിക്കമ്പ് പോലെ ഇപ്പൊ നോക്കിയേ, പണ്ടിരുന്നത് പോലെയാണ് ശരീരം ഇരിക്കുന്നത്. ചുള്ളിക്കമ്പ് പോലെ ആയി തുടങ്ങിയില്ലേ അല്ലേ? ചുള്ളിക്കമ്പ് പോലെയായി, അത് മണ്ണിലേക്ക് പോവുള്ളൂ, അതുകൊണ്ട് കാര്യമില്ല. എന്നാൽ നിങ്ങൾക്ക് വസിക്കാനുള്ള സ്ഥലം ഞാൻ പറഞ്ഞു തരാം. യേശു പറയാണ്, എന്നിൽ വസിപ്പിൻ, എന്നിൽ വസിപ്പിൻ, അബൈഡ് ഇൻ മീ, എന്നിൽ വസിക്കുക. ഹല്ലേലൂയ. അതുവഴി നിങ്ങൾക്ക് തോട്ടക്കാരനുമായി ഒരു ബന്ധം ഉണ്ടാക്കാം. മനസ്സിലായോ? ഞാൻ ജീവിക്കുന്നത്, യേശു പറയാണ്, ഞാൻ ജീവിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഈ തോട്ടക്കാരൻ മുഖേനയാണ്, എൻ്റെ അപ്പം മുഖേനയാണ്. എൻ്റെ അപ്പം മുഖേന ഞാൻ ജീവിക്കുന്നു. നിങ്ങൾ ഞാനുമായി ഒട്ടിയിരുന്നാലുണ്ടല്ലോ, ഞാൻ മുഖേന നിങ്ങൾക്ക് ജീവിക്കാം. അപ്പം നമുക്ക് എല്ലാവർക്കും അപ്പം മുഖേന ജീവിക്കാം, ഒരു കുടുംബമായി തീരാം. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഭാഷയിൽ യേശുക്രിസ്തു അറിയിക്കുവാനായിട്ട് ഇടയായി, ഉപമ രൂപത്തിൽ അറിയിക്കാനായിട്ട് ഇടയായി. അപ്പോൾ നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ. യോഹന്നാൻ 15:1 മുതൽ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും.
കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിൽ ഇടുന്നു, അത് വെന്തുപോകും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും. മതി. അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും. എന്നിട്ട് പറഞ്ഞേ, അങ്ങനെ ഇങ്ങനത്തെ ശിഷ്യന്മാരെയാണ് യേശു അന്വേഷിക്കുന്നത്. എങ്ങനത്തെ ശിഷ്യന്മാരെ? പിതാവിന് മഹത്വം കൊടുക്കുന്ന ശിഷ്യന്മാരെ. എങ്ങനെ പിതാവിന് മഹത്വം കൊടുക്കും? നിങ്ങൾ വളരെ ഫലം കായ്ക്കുമ്പോൾ. എങ്ങനെ നിങ്ങൾ ഫലം കായ്ക്കും? നിങ്ങൾ എന്നിൽ വസിക്കുമ്പോൾ, ഞാൻ നിങ്ങളിൽ വസിക്കുമ്പോൾ നിങ്ങൾ വളരെ ഫലം കായ്ക്കും. അങ്ങനെ എൻ്റെ പിതാവ് മഹത്വപ്പെടും. എങ്ങനെയാ പിതാവ് മഹത്വപ്പെടുന്നത്? എങ്ങനെ പിതാവ് മഹത്വപ്പെടുന്നത്? അത് നിങ്ങളെ ശ്രദ്ധിച്ചോ? വൈഡ് ശ്രദ്ധിച്ചോ? അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും. അപ്പോൾ ശിഷ്യന്മാരാകുന്നൊരു മെത്തേഡാണോ പറഞ്ഞു തരുന്നത്? എങ്ങനെ? നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനായി എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അങ്ങനെ പിതാവിനെ ഫലം കായ്ച്ച് മഹത്വപ്പെടുത്തുന്ന ഒരു കൂട്ടരുണ്ട്. പല രീതിയിലും പിതാവിനെ മഹത്വപ്പെടുന്നവരുണ്ട്. ആരാധന ആരാധന ഉണ്ടോ? പിതാവിനെ മഹത്വപ്പെടുത്തുക. ഈ മഹത്വമല്ല ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. സ്തുതിക്കുന്ന നേരിലുള്ളവർക്ക് ഉചിതമാണ്. ഫലം കായ്ച്ച് പിതാവിനെ മഹത്വപ്പെടുത്തുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഇതാണ് യഥാർത്ഥ ശിഷ്യന്മാർ. ഇതാ കർത്താവ് പറയുന്നത്, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിൽക്കുന്നുവെങ്കിൽ വാസ്തവമായി. അപ്പോൾ അല്ലാത്ത ശിഷ്യന്മാർ ധാരാളമുണ്ട്. വാസ്തവമായി എൻ്റെ ശിഷ്യന്മാർ ആകും. ഈ വാസ്തവം എന്ന് പറയുന്നത് എപ്പോഴും ശ്രദ്ധിച്ചോളാം. യേശുക്രിസ്തു അങ്ങനെ ഒരു കാര്യം ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നില്ല ഈ ഒറിജിനൽ ഭാഷ ഉണ്ടായെന്ന്, ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായെന്ന്. ഇവിടെ യേശു വാസ്തവം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ എന്ന് അതിൻ്റെ അർത്ഥം. ഒറിജിനലായി എൻ്റെ ശിഷ്യന്മാർ ആകും. ഇനി തുടക്കത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ആ 1-ാം വാക്യം വായിച്ച്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു. സാക്ഷാൽ ഉപയോഗിച്ചെങ്ങനെയുണ്ടോ? സാക്ഷാൽ ഒറിജിനൽ ആണെന്ന്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും. ഇതാണ് യഥാർത്ഥം. അതിൻ്റെ അർത്ഥം ധാരാളം ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. അതിൽ വിശ്വസിക്കുന്നവൻ പെട്ടുപോകും. ഏറ്റവും ശ്രേഷ്ഠമേറിയ മുന്തിരിവള്ളി ഞാനാണ്, ഒറിജിനലാണ്. എൻ്റെ പിതാവ് തോട്ടക്കാരനാണ്. ആ തോട്ടക്കാരൻ ഒഴിച്ചു തരുന്ന വെള്ളവും വളവും മുന്തിരിവള്ളിയാവുന്ന എനിക്ക് വലിച്ചെടുക്കാൻ പറ്റും. നിങ്ങൾ ശാഖകളാണ്. നിങ്ങൾക്ക് എന്തില്ല? വേരില്ല. നിങ്ങൾ വേരുണ്ടായിരുന്നതാണ് നിങ്ങൾക്ക് പണ്ട് ആദത്തിൽ. എന്നാൽ ആദം പാപം ചെയ്തപ്പോൾ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അറ്റുപോയി, വേരില്ലാതെയായിപ്പോയി. ഇനി നിങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ, നിങ്ങൾ ഉണങ്ങിക്കൊണ്ടിരിക്കുക, നിങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ വേരുള്ള ദൈവപുത്രനായ യേശുവുമായി നിങ്ങൾ ഒരു സ്പിരിച്വൽ ഗ്രാഫ്റ്റിങ്ങിലൂടെ ഒന്നാകണം. അങ്ങനെ ഒന്നായാൽ ഉണങ്ങിപ്പോയിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് യേശുവിലൂടെ വരുന്ന ജീവൻ പ്രാപിക്കാം. അങ്ങനെ നിങ്ങൾക്ക് ക്രിസ്തുവിൽ വസിച്ച് നിത്യം പിതാവോടുകൂടെ ജീവിക്കാൻ കഴിയും. പിടുത്തം കിട്ടിയോ? ഈ സന്ദേശം യേശു ഉപമ രൂപത്തിലാണ് പറഞ്ഞതെങ്കിൽ നമ്മളതൊരു ഉപമയായിട്ട് മാത്രം എടുക്കാതെ ആ ഉപമയിലെ അർത്ഥം മനസ്സിലാക്കുക. ഹല്ലേലൂയ. അതാ യേശു പറഞ്ഞു, എന്നിൽ വസിക്കാത്തതിനെയൊക്കെയും ചുള്ളിക്കൊമ്പ് പോലെ അത് പുറത്താക്കപ്പെടും. എന്നിൽ വസിച്ചോളണം. എല്ലാവരെയും മരണം പുറത്താക്കുമ്പോൾ യേശു പറയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ ഈ ഒരു തലം നാം തിരിച്ചറിയണം.
അപ്പോൾ അതിലേക്ക് നാം കടന്നു വരണം. അല്ലാതെ കുറേ മതക്കാരും സംഘടനക്കാരും ഗ്രൂപ്പുകാരും ആയിട്ട് കാര്യമില്ല. ഈ കാര്യം വ്യക്തതയോടെ മനസ്സിലാക്കുക. എന്നിട്ട് യേശു തിരിച്ചു വരുമ്പോൾ നമ്മൾ യേശുവിൽ ഒന്നായി തീരുന്ന അവസ്ഥയിലേക്ക് നാം വളരപ്പെടുവാനായിട്ട് ഇടയാകണം. അപ്പോൾ ഞാനും ഇനി നിങ്ങളും വസിക്കേണ്ടത് എവിടെയാണെന്നറിയാമോ? ഞാനും നിങ്ങൾ വസിക്കേണ്ടത് ക്രിസ്തുവിലാണ്. അതിൻ്റെ 2-ാം വാക്യം വായിച്ചേ. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. അപ്പോൾ ശ്രദ്ധിച്ചേ, യേശു ക്രിസ്തു പറഞ്ഞ കേട്ടോ, യേശുവിൻ്റേതാണെന്നും പറഞ്ഞ് നിൽക്കുന്ന കുറേ പേരുണ്ട്. ഫലമില്ല, കായില്ല. അപ്പൻ എന്നാ ചെയ്യും? വെട്ടിക്കളയും. അപകടം പിടിച്ചൊരു വേടാ. യേശുവിലാണ് എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അപ്പൻ നീക്കിക്കളയുന്നു. ഈ അപ്പം വരുമ്പോ തന്നെ അപ്പൻ എന്തും പറഞ്ഞോണ്ടാ വരുന്നേ? ഇത്ര വർഷമായി ഇവിടെ നിൽക്കണേ, ഫലമില്ല, വെട്ടിക്കള എന്നും പറഞ്ഞേ വരുന്നേ. അപ്പോൾ പലപ്പോഴും യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയാണ് നമ്മളവിടെ നിന്ന് പോകുന്നത്. 1 വർഷം കൂടി അവിടെ നിൽക്കട്ടെ, ഞാനൊന്ന് എൻ്റെ ചോടൊക്കെ ഒന്ന് കിളച്ച് വളമിട്ട് നോക്കാം, വീണ്ടും ഫലം കായ്ച്ചില്ലെങ്കിൽ വെട്ടിക്കളയാം. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കിക്കോളാം, എപ്പോൾ വേണമെങ്കിലും വെട്ടിക്കളയാം. ഫലം കായ്ച്ചില്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വെട്ടിക്കളയാം എന്നൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോൾ ഇവിടെയൊക്കെ പറയുന്നത് നിന്റെ അടുത്ത താമസ സ്ഥലം ദൈവം ഒരുക്കിയിരിക്കുന്നത് ക്രിസ്തുവിലാണ്, ബോഡി ഓഫ് ക്രൈസ്റ്റിലാണ്. അപ്പോൾ ആ ഒരു താമസ സ്ഥലത്തിലേക്ക് നമ്മൾ മാറുവാനിടയാകണം. ഇതാ ഇന്ന് വസിക്കുന്ന സ്ഥലമാണ് നമ്മൾ രാവിലെ കേട്ടത്. ആ രാവിലെ കേട്ട ഈ ഹൗസിംഗ് പ്രൊജക്റ്റ്, ഈ ഭൂമിയിലെ ഈ ഹൗസിംഗ് പ്രൊജക്റ്റ്, ഈ ശരീരത്തിലുള്ള വാസം, നമ്മളിന്ന് ശരീരത്തിൽ ഇരിക്കുകയാണ്, ശരീരത്തിൽ സഞ്ചരിക്കുകയാണ്, ശരീരത്തിൽ വസിക്കുകയാണ്. ബൈബിൾ പറയുന്നത് നമ്മളെന്ന് പറയുന്നത് ദേഹിയാണ്, ശരീരമല്ല. ദേഹിയെ കാണാൻ പറ്റത്തില്ല, ദേഹി അദൃശ്യമാണ്. ശരീരത്തെ കാണാൻ പറ്റും, ശരീരം വീടാണ്. അപ്പോൾ ശരീരം വിട്ടാൽ നാം ഇരിക്കേണ്ട സ്ഥലം കർത്താവോട് കൂടെയാണ്. അതാണ് അടുത്ത വാസസ്ഥലം. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ കർത്താവ് നമ്മളെ തുപ്പിയാൽ, തള്ളിയാൽ പിന്നെ അടുത്ത വാസസ്ഥലം തീപ്പെടുകയുള്ളൂ. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. കർത്താവ് അവിടെ ചെല്ലുമ്പോൾ തുപ്പാൻ ഇടയാകരുത്. മനസ്സിലാകുന്നുണ്ടോ? തുപ്പാൻ ഇടയാകരുത്. ഇതപ്പോൾ ഒരു സ്ത്രീ വീട്ടിൽ വന്നു, ഇതാ ഭാര്യയാണെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നു. ഇപ്പോൾ ഭർത്താവ് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ പോകാനുള്ള ഇടയില്ല. എന്നതുപോലെ നമ്മളെ കർത്താവ് സ്വീകരിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ജീവിതം. ഹല്ലേലൂയ. കാരണം നമ്മൾ പിതാവിൻ്റെ ഭവനത്തിലേക്കാണ് കടന്നു ചെല്ലുന്നത്. വിശുദ്ധി കൂടാതെ ആർക്കും അങ്ങോട്ട് കയറാൻ കഴിയുകയില്ല. അപ്പോൾ ജീവിത വിശുദ്ധി വളരെ അത്യാവശ്യമാണ്. നമ്മളുടെ ന്യായപ്രമാണത്തിലുള്ളതുപോലെ പ്രവൃത്തിയിലല്ല നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കേണ്ടേ. ശ്രദ്ധിച്ച് കേൾക്കുക, പ്രവൃത്തിയിലല്ല വിശുദ്ധിയിൽ ജീവിക്കേണ്ടേ, നമ്മുടെ ചിന്തയിൽ വിശുദ്ധിയിൽ ജീവിക്കണം. മനസ്സിലാവുന്നുണ്ടോ? സ്റ്റാൻഡേർഡ് കൂടി ചിന്തയിൽ വിശുദ്ധിയിൽ ജീവിക്കണം. ചിന്തയിൽ വിശുദ്ധിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് പ്രവൃത്തിയിൽ വിശുദ്ധരായിക്കോളും. എടുത്ത് കിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. എവിടെ വിശുദ്ധിയിൽ ജീവിക്കേണ്ടേ? ചിന്തയിലാണ് പ്രവൃത്തിയിൽ ജീവിക്കേണ്ടേ. ദൈവത്തിൻ്റെ വചനം പറയുന്ന കാര്യം ഇങ്ങനെയാണ്. കർത്താവ് യേശു പറയുന്നു, സ്ത്രീയോട് വ്യഭിചാരം ചെയ്യുന്നവൻ അവളുമായി പാപം ചെയ്യുന്നത് കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ അവളുമായി, അതായത് വ്യഭിചാരകർമ്മം നടന്നില്ല, മനസ്സിൽ അങ്ങനെ സങ്കല്പിച്ചേ ഉള്ളൂ. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അവളുമായി വ്യഭിചാര കർമ്മം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പുതിയ ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ മൊത്തം ചിന്താതലത്തിലെ വിശുദ്ധി. അപ്പോൾ ഒരുപക്ഷെ പലരും ചിന്തിക്കും, ആർക്ക് പറ്റും ഇതൊക്കെയെന്ന്. എന്നാൽ പുതിയ ഉടമ്പടിയിൽ ഈ കാര്യം പറയുമ്പോൾ അത് ചെയ്യുവാനുള്ള ശക്തിയും കൂടെ നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ തിരിച്ചറിയാതിരിക്കുമ്പോഴാണ് പ്രശ്നം നടക്കുന്നത്. ഇന്നലെ ഞാനൊരു സൈറ്റിലായിരുന്നു, ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലായിരുന്നു. ആ സൈറ്റിൽ പണിതുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നോക്കുമ്പോൾ എനിക്ക് കത്തി വേണം ഒരു സംഭവം മുറിക്കാനായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഹെൽപ്പറായിട്ട് വന്നവരോട് ചോദിക്കുന്നുണ്ട്, കത്തി എന്തിയേ, കത്തി എന്തിയേ.
കത്തി അന്വേഷിച്ച് അവിടെ നിന്ന് നടക്കുക. അപ്പോൾ കത്തി എന്തി എന്നുള്ളൊരു പാട്ടൊക്കെ പാടി ഇങ്ങനെ നടക്കുക. അപ്പോൾ കത്തി എന്തി അവസാനം നോക്കിയോ കത്തി എൻ്റെ പോക്കറ്റിലുണ്ട്. അപ്പോൾ കത്തി എൻ്റെ പോക്കറ്റിലുണ്ട്, പക്ഷെ ഞാൻ കത്തി കണ്ടിട്ടില്ല. അപ്പോൾ ഇതേപോലെ തന്നെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ ഒരു ഹോട്ടലിൽ ചായ കുടിക്കാൻ കയറിയപ്പോൾ അയ്യോ എൻ്റെ മൊബൈൽ ഞാൻ മറന്നുപോയല്ലോ, തിരിച്ചു പോകണമല്ലോ സൈറ്റിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു പോകുന്നതൊക്കെ ഇതേ മൊബൈലിൻ്റെ പോക്കറ്റിൽ കിടക്കണം. അപ്പോൾ പലതും നമ്മുടെ കൂടെ ഉണ്ട്, പക്ഷെ നമുക്ക് അറിയില്ല. ജീവിത വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള ക്രമീകരണം നമ്മോട് കൂടെ ഉണ്ട്, പക്ഷെ നമ്മളത് സത്യം തിരിച്ചറിഞ്ഞാൽ മാത്രമേ സത്യം നമ്മളെ സ്വന്തമാക്കുകയുള്ളൂ. അപ്പോൾ അത് നാം മനസ്സിലാക്കി പ്രവർത്തിക്കുക. അപ്പം ഇവിടെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഭൂമിയിൽ ഈ ശരീരത്തിൽ നാം വസിക്കുകയാണ്. ഈ വസിച്ചു കഴിഞ്ഞിട്ട് ചെല്ലുമ്പോൾ, ഇത് കഴിഞ്ഞിട്ട് ചെല്ലുമ്പോഴാണ് അടുത്ത ക്രിസ്തുവിലുള്ള വാസം ഉറയ്ക്കോ ഇല്ലെന്ന് അറിയണേ. ഇതാണ് 2 കൊരിന്ത്യർ 5:10 പറയണത്. അവനവൻ ശരീരത്തിൽ വസിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും. ഒന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ 5:10. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ശ്രദ്ധിച്ചേ, കേട്ടോ നിങ്ങള്? അവനവൻ, ഒന്ന് ശ്രദ്ധിച്ച് ആ വേണം ശ്രദ്ധിച്ച്, ആ പർട്ടിക്കുലർ ഫ്രേസ് ശ്രദ്ധിച്ച്. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ. ഇപ്പൊ നിങ്ങളിപ്പോ എവിടെ ഇരിക്കണേ? കസേരയല്ലേ, അല്ലേ? ഇപ്പൊ നിങ്ങളുടെ ശരീരം കസേരയല്ലേ ഇരിക്കണേ? പക്ഷെ നിങ്ങളുടെ ശരീരമാണ് കസേര ഇരിക്കണേ. നിങ്ങളും ഞാനും ഇരിക്കുന്നത് ശരീരത്തിലാണ്. മനസ്സിലായോ? നിങ്ങളുടെ ശരീരമാണ് കസേരയിൽ ഇരിക്കണേ, പക്ഷെ അത് ശരീരമാണ്. എന്നാൽ സോളാണ് ഞാൻ, നിങ്ങൾ ദേഹിയാണ്. ദേഹിയായ ഞാൻ നിങ്ങൾ ഇരിക്കുന്നത് ശരീരത്തിലാണ്. അപ്പൊ ഈ ശരീരം വിട്ടു ചെല്ലുമ്പോഴാണ്, ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് എന്തൊക്കെയാണ് അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ ഞാനും നിങ്ങൾ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? ഇനി 2 കൊരിന്ത്യർ 10:3 മുതലൊന്ന് വായിച്ചേ. അവിടെ പറയുകയാണ്, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിൽ ശരീരത്തിൽ സഞ്ചരിക്കുന്നവരാണ് ഞങ്ങൾ. വായിക്കേ. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. അപ്പോ ശ്രദ്ധിച്ചേ. അപ്പൊ ശരീരത്തിൽ ഇരിക്കുക മാത്രമല്ല, ശരീരം നമുക്ക് ഒരു കാറും കൂടിയാണ്, ഒരു വണ്ടിയും കൂടിയാണ്, ഒരു വാഹനം കൂടിയാണ്. ശരീരത്തിൽ നിങ്ങൾ സഞ്ചരിക്കുകയാണ്. ഇതാ ഈ മീറ്റിങ്ങിന് നിങ്ങൾ വന്നപ്പോൾ ദൂരെ ആയിരിക്കും, നിങ്ങളോട് ചേർത്താ പറയണേ, ഇതാ നിങ്ങൾ സഞ്ചരിച്ചാ വന്നേ, അല്ലേ? ശരീരത്തിൽ സഞ്ചരിച്ചു. അപ്പൊ ശരീരത്തിൽ ഇരിക്കുന്നു, ശരീരത്തിൽ സഞ്ചരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ നമ്മുടെ ഇന്നത്തെ ഈ വാസസ്ഥലം അതിവേഗം ഒഴിഞ്ഞു കൊടുക്കണം. അപ്പൊ ഇനി അടുത്ത വാസസ്ഥലം എവിടെയാണെന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ചിത്രം കാണിച്ചു തരാം. ഈ ചിത്രം നിങ്ങൾ മനസ്സിലാക്കുന്നത് ആത്മമണ്ഡലത്തിലെ ബൈബിളിലെ ഒരുവിധപ്പെട്ട സംശയങ്ങളൊക്കെ മാറാൻ നല്ലതാണ്. ഒരുവിധപ്പെട്ട സകല സംശയത്തിലൂടെ മാറും. ഇനി അടുത്ത വാസസ്ഥലം, അതിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ഇതാണ് നമ്മുടെ അടുത്ത വാസസ്ഥലം. സ്ക്രീനിൽ നോക്കിയേ, ഇതാണ് നമ്മളുടെ അടുത്ത വാസസ്ഥലം. ഈ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കിയാൽ മതി. ഈ കാണുന്ന ആ രൂപം കണ്ടോ? യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിലാണ് നമ്മൾ വസിക്കുന്നത്. ഇനി അടുത്ത വാസസ്ഥലം ഇതാണ്. നേരത്തെ നമ്മൾ ജനന സമയത്ത് നമ്മളെല്ലാം വസിച്ചിരുന്നത് ആദത്തിലാണ്. ദൈവം ഒരൊറ്റ മനുഷ്യനെ സൃഷ്ടിച്ചോളൂ. ആ മനുഷ്യന്റെ ഉള്ളിൽ ബാക്കി എല്ലാ സർവ്വ മനുഷ്യരും ഉണ്ടായിരുന്നു. ആദത്തിന്റെ കടിപ്രദേശത്ത് ദൈവം ഡിപ്പോസിറ്റ് ചെയ്ത ആ ബീജം ഉണ്ടല്ലോ, ആ ബീജത്തിൽ നമ്മളെല്ലാം ഉണ്ട്. നാളെ ജനിക്കാൻ പോകുന്ന കുഞ്ഞും അന്നേ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. ജനനം മാത്രം ഇപ്പം നടന്നേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ദൈവം വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഓരോ മനുഷ്യൻ ആദത്തെ സൃഷ്ടിച്ചു, പിന്നെ ഔവയെ സൃഷ്ടിച്ചു, പിന്നെ കയ്യിനെ സൃഷ്ടിച്ചു. അങ്ങനെയല്ല, സൃഷ്ടിപ്പൊരിക്കലേ നടന്നിട്ടുള്ളൂ. തുടർന്ന് നടന്നത് ജനനമാണ്. ജനനം. ആ ആദത്തിന്റെ ഉള്ളിൽ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു. ഇതേപോലെ ക്രിസ്തുവിൻ്റെ ഉള്ളിൽ നമ്മളെല്ലാം ഉണ്ട്. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ വേണം. ആദത്തിൽ നിന്ന് നമ്മളിങ്ങനെ ശ്രദ്ധിച്ചേ. ആദം ഒരാള്, അതിനുശേഷം ഇതാ 2 മക്കൾ ജനിച്ചു. പിന്നെ അവരുടെ പരമ്പരയായ അടുത്തടുത്ത ഇങ്ങനെ പോരും. നോക്കിയൊരു കൂടാരം കണ്ടോ? ആദം,
പിന്നെ ഒരു കൂടാരം എണ്ണം കൂടി, ഫാമിലികളുടെ എണ്ണം കൂടി താഴേക്ക് ഒരു കൂടാരം പോലെ ഇന്ന് ഭൂമിയിൽ 8.2 ബില്യൺ ജനമായി. ഇപ്പോ ഇത് ശരിക്കും ക്രിസ്തുവിലേക്ക് വരുമ്പോൾ നേരെ റിവേഴ്സാ. ആദത്തിൽ നിന്ന് എല്ലാം ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ പോന്നു. എന്നാൽ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ അത് തിരികെ അനേകരായ നാം ക്രിസ്തുവിൽ ഒന്നായി മാറും, തിരിച്ചു കയറും. 2 ഡയറക്ഷൻ വേറെയാണ്. ഇതുകൊണ്ടാണ് റോമ 12:5 ഞാൻ ചിന്തിക്കുന്നു, പലരായ നാം ക്രിസ്തുവിൽ ഒന്നായി മാറുന്നു. വായിച്ചേ. റോമർ 12:5. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളും ആകുന്നു. ആകയാൽ പലരായ നാം ആരാണ്? എവിടെയാണ് പലരായത്? ആദത്തിൽ പലരായ നാം ക്രിസ്തു. ബൈബിളിൽ താഴെ എഴുതിയിട്ടുണ്ട്, അവർക്ക് വീണ്ടും ധാരാളം മക്കളുണ്ടായിരുന്നു, ആണുങ്ങളും പെണ്ണുങ്ങളുമായിട്ട്. എങ്ങനെ? ആദത്തിന് ഹവ്വയ്ക്ക് വീണ്ടും മക്കളുണ്ടായിരുന്നു. എഴുതിയിട്ടുണ്ടോ? അവിടെ തന്നെ ഉണ്ടോ? ആളുകൾ ശ്രദ്ധിക്കാന്നില്ല. പലരും ചോദിക്കുന്ന ഒരു ക്രിക്കറ്റ് ചോദ്യം ഇരുന്നു. ക്രിക്കറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഇതുമായിട്ട് വലിയ അതറിഞ്ഞിട്ട് നമുക്ക് വലിയ കാര്യമല്ല. പലരും വന്ന് ചോദിക്കുന്നൊരു ചോദ്യമാണ്, വീണ്ടും മക്കളുണ്ടായോ എന്ന്. കുറച്ച് താഴേക്ക് എഴുതുക, അവർക്ക് വീണ്ടും അനേകം മക്കളുണ്ടായെന്ന് പറഞ്ഞ് ആദത്തിന് ഹവ്വയ്ക്കും ബൈബിളുണ്ടെന്നേ. ആദത്തിന് ഹവ്വയ്ക്ക് അനേകം മക്കളുണ്ടായെന്ന് പറഞ്ഞ് അവിടെ എഴുതിച്ചിട്ടുണ്ട്. അത് നമുക്ക് എടുത്തു തരാം. നമ്മുടെ സബ്ജക്റ്റ് അതൊന്ന് മാറിപ്പോകും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ എടുത്തു തരാം. അപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യം, പലരാണ് നമ്മൾ. ഈ പലരായ നമ്മൾ യേശുവിലേക്ക് വരുമ്പോൾ തിരിച്ച് ഒന്നായി കയറുകയാണ്, ഒറ്റ പോയിന്റിലേക്ക് കയറുകയാണ്. അങ്ങനെ നമ്മൾ ദൈവത്തിന് ഒന്നായി ഒരു കുടുംബമായി മാറുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ചിത്രത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഈ ചിത്രം യേശു ക്രിസ്തുവിന്റെ ചിത്രമാണ്. ഇതില് യേശുവിനെ, ഒറിജിനൽ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടുള്ള എല്ലാവരും, ഒറിജിനൽ ആയിരിക്കണേ, സ്വീകരിച്ചിട്ട് എല്ലാവരും ഇതിൻ്റെ ഉള്ളിലുണ്ട്, ബോഡി ഓഫ് ക്രൈസ്റ്റിനുള്ളിലുണ്ട്. ഹല്ലേലൂയ. ഇതാണ് കർത്താവ് പറയുന്നത്, എന്നിൽ വസിപ്പിൻ. എന്നിൽ വസിപ്പിൻ എന്ന് പറയുന്നത് മറ്റിങ്ങനെയല്ല പറയുന്നത്, എൻ്റെ കൂടെ നടക്കുന്നതല്ല പറയണേ, എന്നിൽ വസിപ്പിൻ. അതെങ്ങനെയാണ്? ആ ശാഖയും മുന്തിരിവള്ളി എന്നതുപോലെ വസിക്കണം. അപ്പൊ ആ മുന്തിരിവള്ളിയിലൂടെ കടന്നു വരുന്ന ആ തോട്ടക്കാരൻ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളവും വളവും ആ ക്യാപിലറി റൈസിലൂടെ കയറിയിട്ട് ആ ശാഖയിലേക്ക് ചെല്ലുന്നത് പോലെ നമ്മിലേക്ക് അതേ യേശുവിൻ്റെ ഉള്ളിലുള്ള അതേ ജീവൻ നമ്മിലേക്കും പായും. ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള മാംഗോ ട്രീ ഒക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടാവുമല്ലോ. അതിലെങ്ങനെയാ ഇത് ഈ ആ ഗ്രാഫ്റ്റ് ചെയ്ത മാവ് അത് വർക്ക് ചെയ്യുന്നുണ്ട്, പൂത്ത് ധാരാളം മാങ്ങ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ എവിടെന്നാ ഈ വെള്ളവും ഒക്കെ വന്ന് കയറിയേ? ആ വേരിൽ നിന്ന് വലിഞ്ഞ് വന്ന് ആ ഒറിജിനൽ സ്റ്റെമ്മിൽ എവിടെയാണ് ഒട്ടിച്ച് അതിലൂടെ കയറിയിട്ടാണ് ഈ ഫലമായി തിരുവാനായിട്ട്. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, എന്നിൽ വസിച്ചാൽ നിങ്ങൾക്ക് ധാരാളം ഫലം കായ്ക്കാൻ പറ്റും. ഇത് സ്പിരിച്വൽ ഗ്രാഫ്റ്റിംഗ് ആണ്. ഇത് മനസ്സിലാക്കുക, എബൈഡ് ഇൻ മീ. അങ്ങനെ എൻ്റെയും നിങ്ങളുടെയും ഇത് നമ്മുടെ സ്പിരിറ്റ് ആണ് കേട്ടോ ഇവിടെ ആയിരിക്കുന്നത് ഓൾറെഡി. അവിടെ ആ സ്പിരിറ്റ് ആയിരിക്കുന്നിടത്തേക്ക് നമ്മുടെ സോളും വന്നു പതിച്ചു നിൽക്കണം, നമ്മുടെ ദേഹിയും വന്ന് നിൽക്കണം. നിങ്ങൾക്ക് സ്പിരിറ്റ് സോൾ ബോഡിയൊക്കെ അറിയാമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ 3 ഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്നതാണ്, ആത്മാവ്, ദേഹി, ദേഹം. ഇതാണ് 1 തെസ്സലോനിയൻസ് 5:23 പറയുന്നത്. ബോഡി എന്ന് പറയുന്നത് വീടാണ്, ശരീരമാണ്, മണ്ണുകൊണ്ടുള്ള വീടാണ്. അതുകൊണ്ടാണ് നേരത്തെ പാടിയത്, മണ്ണിൻ്റെ വീട്ടിൽ വാസമായോരേ കൂടാരവാസികളെ, വീടുണ്ടോ വേറെ, മരണം നിന്നെ ജപ്തി ചെയ്തിടുമ്പോൾ. അപ്പൊ ഈ മണ്ണിന്റെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി കൊടുക്കണം. അപ്പൊ സോൾ അവിടെ നിന്ന് ഇറങ്ങി കൊടുക്കണം. സോൾ അവിടെ നിന്ന് ഇറങ്ങി കൊടുത്താൽ സോൾ എവിടെ ചെല്ലും? സോളിനെ ആത്മാവോടുകൂടെ കൂട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡിൽ നിലകൊള്ളണം. അല്ലെങ്കിൽ സോളിനെ അവിടെ പ്രവേശിപ്പിക്കത്തില്ല, അത് തീപ്പൊയ്കയിലേക്ക് തള്ളപ്പെടും. അപ്പോ എടുത്ത് ആ ഭാഗം എന്ന് വെച്ചാൽ 1 തെസ്സലോനിക്കർ 5:23. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ
അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും. അപ്പൊ 3 ഭാഗമാണ് ഒരു മനുഷ്യൻ. നിങ്ങൾ പൂർണ്ണമായെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ പ്രാണൻ, നിങ്ങളുടെ ദേഹം, സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി, ഇതെല്ലാം പൂർണ്ണമായി വെളിപ്പെടുവാൻ ഇടയാകട്ടെ. എപ്പോ? യേശു ക്രിസ്തുവിന്റെ നാളിൽ. അപ്പോൾ ഇവിടെ നിങ്ങളെ ഒറിജിനൽ യേശുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിച്ചെങ്കിൽ നിങ്ങൾ സ്വർഗീയ പിതാവിൽ, ഈ രംഗം എക്സ്പ്ലെയിൻ ചെയ്യാം, സ്വർഗീയ പിതാവിൽ ക്രിസ്തുവിൽ നിങ്ങൾ വീണ്ടും ജനിച്ചു. പുതിയ സൃഷ്ടികളായി വീണ്ടും ജനിച്ചു. പുതിയ സൃഷ്ടികൾ. നേരത്തെ പറഞ്ഞു ദൈവം ഒരൊറ്റ സൃഷ്ടിപ്പേ ചെയ്തിട്ടുള്ളൂ ഉൽപ്പത്തിയിൽ, അതാണ് ആദ്യത്തിന്റെ സൃഷ്ടിപ്പ്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് ദൈവം രണ്ടാമതൊരു സൃഷ്ടിപ്പ് നടത്തി, അതാണ് കാൽവറി ക്രൂശിൽ. ആ കാൽവറി ക്രൂശിലെ യേശു ക്രിസ്തുവിലെ ആ സൃഷ്ടിപ്പിന്റെ പേരാണ് പുതിയ സൃഷ്ടി. മനസ്സിലാകുന്നുണ്ടോ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. അപ്പോൾ മനുഷ്യന് 2 ടൈപ്പ് സൃഷ്ടിപ്പ് കാണാം. മനുഷ്യന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ അസ്തിത്വം ചേഞ്ച് ചെയ്യുന്ന പരിപാടി. വേറെ ആർക്കും അസ്തിത്വം ചേഞ്ച് ചെയ്യുന്ന പരിപാടിയില്ല. കാരണം മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയത് എറ്റേണൽ ദീർഘായുസിന് വേണ്ടിയാണ്. മറ്റുള്ളതെല്ലാം ദൈവം ഉണ്ടാക്കിയത് ഒരായുസിന് വേണ്ടിയാണ്. മനസ്സിലായോ? ഇപ്പൊ കോഴിയാണെങ്കിൽ ഒരായുസേ ഉള്ളൂ, താറാവാണെങ്കിൽ ഒരായുസേ ഉള്ളൂ, എല്ലാം ഒരായുസ. അതൊക്കെ മനുഷ്യന് വേണ്ടിയുള്ളതാണ്. പക്ഷെ മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. മനുഷ്യൻ ആത്മാവാകുന്ന ദൈവത്തിന് വേണ്ടിയാണ്. ദൈവം സകലം സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ്. സർവ്വ സൃഷ്ടിപ്പ് മനുഷ്യന് വേണ്ടിയാണ്. പക്ഷെ മനുഷ്യനെ സൃഷ്ടിച്ചത് ഈ സൃഷ്ടി വസ്തുക്കൾക്കൊന്നും വേണ്ടിയല്ല, മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ടോ ഇതൊക്കെ നിനക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാം, പക്ഷെ നീ എൻ്റെ ഉപയോഗത്തിനുള്ളതാണ്. അപ്പൊ ആത്മാവാകുന്ന ദൈവത്തിന്റെ ഉപയോഗത്തിനുള്ളതായതുകൊണ്ട് മറ്റുള്ള ജീവികളിൽ വ്യത്യസ്തമായി മനുഷ്യനിൽ ആത്മാവുണ്ട്. കാരണം ദൈവത്തിന് ഉപയോഗിക്കാനുള്ളതാ, ദൈവത്തിന് ഉപയോഗിക്കാൻ. ഇതിപ്പോ നമ്മൾ കണ്ടിട്ടില്ലേ, ഈ അരിവാള്, വാക്കത്തി, ഈ നമ്മള് അത് മൊത്തം ഇരുമ്പാ അല്ലേ? ആ ഇരുമ്പിന് നമ്മളൊരു പിടി ഇട്ട് കൊടുക്കും. എന്തിനാ? അത് പിടിക്കാൻ, നമുക്ക് പിടിക്കാനുള്ളതാ, അല്ലാതെ കൈമുറിഞ്ഞു പോകും ഇല്ലേ? ഇതേപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ദൈവം ഒരു സ്പിരിറ്റ് സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? ദൈവത്തിന് ഇരിക്കാൻ, ദൈവത്തിന് ഇരുന്ന് ഉപയോഗിക്കാൻ. ഈ കുതിര ഓടുന്ന കുതിരയുടെ മുകളിൽ ഇരിക്കാൻ വേണ്ടി സെറ്റപ്പ് ഉണ്ടാക്കുക ഇല്ലേ? അത് ആ ഓടിക്കുന്ന ഇരിക്കാനാണ്. ഇതേപോലെ ദൈവം നമ്മളിൽ ഇരിക്കാൻ ഉണ്ടാക്കിയ സെറ്റപ്പാണ് നമ്മുടെ ആത്മാവ്. ആ ആത്മാവിൽ ദൈവം വസിക്കും. ഇതുകൊണ്ടാണ് പാട്ടുകാരൻ ഇങ്ങനെ പാടിയത്, ആത്മാവിൽ വസിക്കുന്ന ദൈവമേ. ഹല്ലേലൂയ. ഹൃദയത്തിൻ രാജാവ ക്രിസ്തുവേ, ശരീരത്തിലൊഴുകുന്ന ശുദ്ധാത്മാവേ, സമ്പൂർണമായ അങ്ങേ ആലയം ഞാൻ. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോ ഈ ഒരു ക്രമീകരണം നാം മനസ്സിലാക്കണം. നമ്മളുടെ ആത്മാവ് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി കഴിഞ്ഞു. ഇനി നമ്മൾ ആ ക്രിസ്തുവിൽ വീണ്ടും ജനിച്ച സമയമുണ്ടല്ലോ, ആ ജനിച്ച സമയം നമ്മളുടെ ദേഹി ലോകം വിട്ടിതിലേക്ക് യാത്രയാകണം. അതൊന്നും ഇതിൽ കാണിക്കാൻ പറ്റില്ല. എന്നാൽ ഈ ഒരു രംഗം മനസ്സിലാക്കുക, നമ്മളുടെ പുതിയ വാസസ്ഥലം ക്രിസ്തുവിൻ്റെ ഉള്ളിലാണ്. ക്രിസ്തുവിൻ്റെ ഉള്ളിലായ നമ്മൾ അവിടെ നമ്മുടെ ദേഹി വന്ന് വസിക്കണം. അവിടെ നമ്മുടെ ദേഹി വന്ന് വസിച്ചാൽ നമുക്ക് ദൈവത്തിൻ്റെ ചിന്തകൾ എല്ലാ റൈറ്റ് ടൈമിൽ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. പിന്നെ നമ്മളല്ല നമ്മളിൽ ജീവിക്കുന്നത്, ക്രിസ്തുവാണ് ജീവിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഉള്ളിൽ ക്രിസ്തു അല്ല ജീവിക്കുന്നത്, പിതാവാണ് ജീവിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മളിൽ ആത്യന്തികമായി ജീവിക്കുന്നത് പിതാവാണ്. മനസ്സിലായോ? അതാണ് ദൈവരാജ്യം. ഇതാണ് ദൈവരാജ്യം. ഇത് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാക്ടിക്കലി കൊണ്ടുവരാൻ സമയമെടുക്കും. കൊണ്ടുവരുന്നുവെങ്കിൽ നമ്മളുടെ ആത്മീയജീവിതം ജയിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു ചിത്രം നിങ്ങൾ മനസ്സിലാക്കുക. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ദൈവത്തിൻ്റെ പരമാധികാര സൃഷ്ടികളിൽ എങ്ങനെ? ക്രിസ്തുവിലൂടെയും ക്രിസ്തുവിലുള്ളവരിലൂടെയും. മനസ്സിലായോ? ദൈവരാജ്യത്തെക്കുറിച്ച് ആൾക്ക് അറിഞ്ഞുകൂടെ? ദൈവരാജ്യം എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് ഒരു ദൈവപുത്രനാണ് ദൈവരാജ്യം. ദൈവപുത്രനിലൂടെയാണ് ദൈവരാജ്യം. അത് നമ്മുടെ പുറത്തുള്ള ഒരു ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന പോലത്തെ രാജ്യമല്ല. ആ ഇന്ത്യ, പാകിസ്ഥാൻ, ചൈനയൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ പുറത്തുള്ള രാജ്യങ്ങളാണ്. എന്നാൽ ദൈവരാജ്യം നമ്മുടെ ഉള്ളിലുള്ള രാജ്യമാണ്. അത് ആത്മരാജ്യമാണ്.
ദൈവരാജ്യം വെളിപ്പെടുന്നത് നമ്മിലൂടെയാണ്. ദൈവരാജ്യം വെളിപ്പെടുന്നത് നമ്മിലൂടെയാണ്. ഇപ്പോൾ നമ്മിൽ വെളിപ്പെടുന്നത് ഇതാ എന്നിൽ നോർമലി വെളിപ്പെടുന്ന ഷാജി രാജ്യമാണ്. എന്നാൽ ശരിക്കും ഞാൻ യേശുവെ അനുഗമിക്കുന്ന ഒരാളാണെങ്കിൽ എന്നിലൂടെ വെളിപ്പെടുന്നത് ദൈവരാജ്യമാണ്. ദൈവരാജ്യമാണ്. നമ്മുടെ രാജ്യം തോറ്റെങ്കിൽ മാത്രമേ നമ്മളിൽ ദൈവരാജ്യം വെളിപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ രാജ്യമാണ് എപ്പോഴും വെളിപ്പെട്ടുകൊണ്ടേയിരിക്കുക. അവിടെ നമുക്ക് പരാജയമാണ്. ദൈവരാജ്യം നമ്മിൽ വെളിപ്പെടണം, നമ്മിലൂടെ വെളിപ്പെടണം. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഈ സ്ട്രക്ചർ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി തരാം എങ്കിൽ നിങ്ങൾക്ക് അതൊരു അനുഗ്രഹമായിരിക്കും. അപ്പോൾ നമ്മുടെ പുതിയ വാസസ്ഥലം ഇതാണ്. ഈ സ്ട്രക്ചറിൽ നാം മനസ്സിലാക്കേണ്ടത് ഇത് നമ്മൾ മനസ്സിലാക്കാൻ സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിൽ ഒരു ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അതാണ് കുടുംബം. ഈ കുടുംബത്തിൽ സ്ത്രീ ബോഡിയും പുരുഷൻ ഭർത്താവ് ഹെഡുമാണ് ദൈവം വെച്ചേക്കുന്നതാണ്. ഇത് എന്തിനാണെന്നറിയാമോ? ദൈവരാജ്യത്തെ നാം ഒന്നും മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഫസ്റ്റ് കൊറിന്ത്യൻ 11:3 വായിച്ചേ. ഫസ്റ്റ് കൊറിന്ത്യൻ 11:3 ഈ ഒരു സെറ്റപ്പ് മനസ്സിലാക്കി നാം ഒന്ന് പ്രവർത്തിച്ചാൽ വളരെ നന്നായിരിക്കും. ഫസ്റ്റ് കൊരിന്ത്യർ 11:3. എന്നാൽ ഏതു പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അറിയണം. ആരാണ് നിങ്ങൾ? സഭ അറിയണം. സഭ അറിയണം. പക്ഷെ ഇത് സഭകളിൽ വായിക്കുന്നത് വിരളമായിരിക്കും. കാരണം പിശാചിനെ ഡീവിയേറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ സഭ ഇത് അറിയണം. സ്ത്രീയുടെ തല പുരുഷനാണ്. കാരണം അത് ഭൂമിയിലെ കുടുംബമാണ്. ദൈവരാജ്യം എന്ന് വെച്ചാൽ സ്വർഗത്തിലെ കുടുംബമാണ്. ഇവിടുത്തെ കിട്ടിയോ? ആ സ്വർഗത്തിലെ കുടുംബത്തിൽ ക്രിസ്തുവിൻ്റെ തല ദൈവം, ഭൂമിയിലെ കുടുംബത്തിൽ സ്ത്രീയുടെ തല പുരുഷൻ, സ്വർഗരാജ്യത്തിലെ കുടുംബത്തിൽ ക്രിസ്തുവിൻ്റെ തല ദൈവം. ഇവിടെ രണ്ടിടത്ത് മുഖാന്തരവും ഉണ്ട്, കാരണഭൂതനും ഉണ്ട്. സ്ത്രീയുടെ ഭൂമിയിലെ കുടുംബത്തിൽ മുഖാന്തരമാണ് സ്ത്രീ, കാരണഭൂതനാണ് പുരുഷൻ, ഭർത്താവ്. സ്വർഗത്തിലെ കുടുംബത്തിൽ മുഖാന്തരമാണ് ക്രിസ്തു, കാരണഭൂതനാണ് സ്വർഗീയ പിതാവ്. ഇത് മനസ്സിലാക്കി എളുപ്പമായി. ഭൂമിയിലെ കുടുംബം താൽക്കാലികമുള്ളൂ, ടെമ്പററി, എപ്പോൾ തീരും. സ്വർഗത്തിലെ കുടുംബം നിത്യം നിലനിൽക്കുന്നതാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം. ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്കൊരു വചനം പറഞ്ഞു തരാം. ആളുകൾക്ക് അറിയില്ല എന്ന് ബൈബിൾ പറയുന്നൊരു വചനം. ഈ വചനം അറിയുന്നത് വളരെ നന്നായിരിക്കും. ഫസ്റ്റ് കൊറിന്ത്യൻസ് 8-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വായിച്ചു. കൊരിന്ത്യർ 8-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. എല്ലാവരിലും ഈ അറിവില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാവരിലും ഈ അറിവ് ഇല്ല. അപ്പോ ഇന്ന് സഭയില് അല്ലെങ്കിൽ ക്രിസ്തീയ കോളത്തില് ഈ ലോകത്തില് ആൾക്കില്ലാത്തൊരറിവാണിത്. ആ അറിവ് എന്താണെന്ന് നോക്കുക. ഇവിടെ എഴുതിയിരിക്കുകയാണ്, എന്നാൽ എല്ലാവരിലും ഈ അറിവ് ഇല്ല. എന്താണ് എന്നിട്ട് എല്ലാവരും എന്താ ചെയ്യണേന്ന് അവിടെ എഴുതിയേക്കണേ? ഇന്ന് വരെയും വിഗ്രഹ പരിചയം ഹേതുവായി വിഗ്രഹാർപ്പിതം എന്ന് വെച്ച് തിന്നുകൊണ്ടിരിക്കുക. അതായത് നേരത്തെ നിങ്ങൾ പറഞ്ഞത് വിഗ്രഹങ്ങളുടെ ഇഷ്ടംമാതിരി വിഗ്രഹങ്ങളുടെ പുറകെ പോവുക. ഓരോ വിഗ്രഹത്തിനും ഓരോന്നാണ് ഇഷ്ടം. ചിലർക്ക് പൂമാല ഇഷ്ടം, ചിലർക്ക് കതിന ഇഷ്ടം, ചിലർക്ക് എണ്ണ ഇഷ്ടം, ചിലർക്ക് വേറെ എന്തെങ്കിലും, ചിലർക്ക് മെഴുകുതിരി ഇഷ്ടം. കഴിഞ്ഞ ദിവസം ഞാനൊരു ആലയത്തിന് മുമ്പിൽ കൂടി പോകേണ്ടി വന്നു. അപ്പോൾ അവിടെ ഞാൻ കണ്ടത് ആ പുണ്യാളെ എന്നെ മെഴുകുതിരിയാണ് ഇഷ്ടം. അപ്പോൾ മെഴുകുതിരി കത്തിച്ച് 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 വലിയ രണ്ടിങ്ങനെ പാള പോലത്തെ ഇങ്ങനെ സാധനമാണ് കത്തിക്കാൻ. അപ്പോൾ ആളുകൾ കത്തിച്ച് ആളുകൾ കിട്ടുകയാണെങ്കിൽ മേടിച്ച് കത്തിക്കാൻ പറ്റത്തില്ല, ഭയങ്കര ആളി കത്തുക. അതിന് ആളുകൾ മെഴുകുതിരി വാങ്ങിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എറിയുക. മനസ്സിലായോ? അപ്പോൾ ആ പുണ്യാളിന് മെഴുകുതിരി ഇഷ്ടം. ആ പുണ്യാളിന് മെഴുകുതിരി കൊടുത്തില്ലെങ്കിൽ പാമ്പിന് വിടുമെന്നാണ് പറയണേ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോന്ന് ഇഷ്ടം. അപ്പോൾ നമ്മുടെ ചിന്തയിൽ അയ്യോ ഈ പ്രാവശ്യം നിങ്ങൾ അവിടെ പോയില്ലായിരുന്നോ ആ ഉത്സവത്തിന് അല്ലെങ്കിൽ ആ പെരുന്നാളില്? അയ്യോ ഇന്ന ആളെ വിടുവട്ടോ, പ്രേതത്തെ വിടുന്നോ, അങ്ങനെയൊക്കെ ആളുടെ ചിന്തയാണ്. അപ്പോൾ പലർക്കും പലതാണ് ഇഷ്ടം. ഇതേപോലെ വിഗ്രഹ പരിചയ ഹേതുവായി ഇന്ന് യേശുവിൻ്റെ അടുക്കൽ വരുന്നതെന്ന് ഈ പറയണേ. എന്നിട്ട് പറയാണ് എല്ലാവർക്കും ഈ അറിവില്ല. എന്താണ് എല്ലാവർക്കും ഇല്ലാത്ത അറിവ്? അതിൻ്റെ തൊട്ട് മുകളിൽ വായിച്ച് അതിൻ്റെ 5-ാം വാക്യം മുതൽ വായിച്ച് എന്താണ് എല്ലാവർക്കും ഇല്ലാത്ത അറിവ്? 1 കൊരിന്ത്യർ 8-ാം അധ്യായം 5 മുതൽ. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദൈവങ്ങൾ എന്ന് പേരുള്ള, ദേവന്മാർ എന്നല്ല, മലയാളം തെറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ദൈവങ്ങളാട്ടോ. എലോഹിം ഇംഗ്ലീഷ് നോക്കിയേ. ഫോർ
ദോ there be that are called gods, അനേകർ ദൈവങ്ങൾ എന്ന പേരിൽ, എലോഹീം എന്ന പേരിൽ ഉണ്ട് എന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു. മാർക്ക് ദ വേർഡ്, കാരണഭൂതൻ. കാരണഭൂതൻ എന്ന് പറഞ്ഞേ. കാരണഭൂതൻ. മന്ത്രിമാര് ധാരാളം ഉണ്ട് അല്ലേ? കാണുന്നവരൊക്കെ മന്ത്രിയാ എന്ന് പറഞ്ഞ കാര്യമില്ല. ഇതിന്റെയൊക്കെ നടുവിൽ മോദി എന്ന ഏക പ്രധാനമന്ത്രി നമുക്കുള്ളൂ. മനസ്സിലായോ? ഇവിടെ പറയാണ് ദൈവങ്ങൾ ധാരാളം ഉണ്ട്. ഈ ദൈവങ്ങളുടെയൊക്കെ മധ്യേ പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. താഴേക്ക്, അവൻ സകലത്തിനും കാരണഭൂതനും നാം. ആ അറിവിനാണ് കാരണഭൂതൻ. മറ്റത് പ്രധാനമന്ത്രി. ഇവിടെ കാരണഭൂതനായ ദൈവം ഒരാളെ ഉള്ളൂ, അതാണ് പിതാവായ ദൈവം. നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു. യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമും ആകുന്നു. ശ്രദ്ധിച്ചേ, മുഖാന്തരം എന്ന് പറഞ്ഞേ. മുഖാന്തരം. മുഖാന്തരം. അപ്പൊ പിതാവിനെ കുറിച്ച് എന്താ പറയണേ? കാരണഭൂതൻ. യേശുവിനെ കുറിച്ച് എന്നാ പറയണേ? മുഖാന്തരം. മനസ്സിലായോ? എല്ലാം ഗോഡ് ഫാമിലിയാ. എല്ലാം ഗോഡ് ഫാമിലിയാ. മനുഷ്യന്റെ ഫാമിലിയിൽ കാരണഭൂതൻ ഹസ്ബൻഡ്, മുഖാന്തരം വൈഫ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ഇനി ദൈവത്തിന്റെ ഫാമിലിയിൽ മുഖാന്തരം യേശു കർത്താവ്, കാരണഭൂതൻ സ്വർഗസ്ഥ പിതാവ്. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു തെറ്റുമില്ലെന്നേ. ഇതാണ് ബൈബിൾ പഠിപ്പിക്കണേ. എന്നിട്ട് പറയാണ് ഈ അറിവ് എല്ലാവർക്കും ഇല്ല. ഇപ്പോഴും വിഗ്രഹങ്ങളുടെ പുറകെ പോയതുപോലെ ഇങ്ങനെ പോവുകയാണ്. മനസ്സിലായോ? അപ്പോ ഈ ഒരു അറിവ് മനസ്സിലാക്കി. ഇനി എന്തിനാ നമ്മളിത് മനസ്സിലാക്കണേ? നമ്മൾ ഇനി ഏത് ഫാമിലി വിടാൻ പോവാ? മനുഷ്യ ഫാമിലി വിടാൻ പോവുക. അതിപ്പോ തീരുവത്. ഇനി ഈ ജഡരക്തങ്ങളിലേക്ക് തിരിച്ചു വരവില്ല. ഇപ്പൊ തീരുകയാണ്. പരിപാടി കഴിഞ്ഞു, ക്ലോസ് ചെയ്ത. ഇനി നമ്മൾ നേരെ ചെല്ലുന്ന ഫാമിലി ദൈവ ഫാമിലിയിലാണ്, ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് പോവുക. അപ്പൊ നമുക്ക് അത് മനസ്സിലാക്കിയിരിക്കണം. അവിടുത്തെ സെറ്റപ്പ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ട് നമ്മൾ അവിടുത്തെ ആരാകാൻ പോകാന്നറിയാമോ? നമ്മൾ ഈ ഭാര്യയും ഭർത്താവും കൂടെ സ്നേഹം, ഭൂമിയിലെ ഭാര്യയും ഭർത്താവും കൂടെ സ്നേഹം പങ്കിടുമ്പോൾ കുഞ്ഞുങ്ങൾ ജനിക്കും. നമ്മൾ അവിടുത്തെ കുഞ്ഞുങ്ങളായി, അതൊരു കുടുംബമായി മാറി. ഇതേപോലെ തന്നെ സ്വർഗീയ പിതാവിന് തൻ്റെ പുത്രനായ ക്രിസ്തുവിലൂടെ പുത്രന്മാരെ ജനിച്ച സംഭവമാണ് കാൽവരി ക്രൂശ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് തിരിച്ചറിയണം. അങ്ങനെ ഞാനും നിങ്ങളും മനുഷ്യ കുടുംബത്തിൽ നിന്ന് ദൈവ കുടുംബത്തിലേക്ക് മാറുകയാണ്. നമ്മുടെ എക്സിസ്റ്റൻസ് തന്നെ ചേഞ്ച് ആകുകയാണ്. മനുഷ്യ മക്കളായ നമ്മൾ ദൈവമക്കളായി മാറുകയാണ്. അതുകൊണ്ട് ദൈവവചനം പറഞ്ഞ കാൺമീൻ, എത്ര ചെറിയ സ്നേഹമല്ല, എത്ര വലിയ സ്നേഹമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ. അപ്പൊ ഈ ഒരു തിരിച്ചറിവാണ്. നാം ഏതു മക്കളായ ആകാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്? ദൈവമക്കളാകാൻ. എൻ്റെ ഒപ്പത്തിനൊപ്പം വരണേ. വചനം കൂടാതെ ഒന്നും പറയത്തില്ല. എന്തെങ്കിലും വചനം കൂടാതെ പറയുന്നെങ്കിൽ എന്നെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാവുന്നതാണ്. എപ്പോഴും എവിടെയെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ബ്രദറെ ഈ വചനത്തിൽ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ചേഞ്ച് ചെയ്യണം. ഞാൻ പറയും താങ്ക് യു സിസ്റ്റർ, ഞാൻ ചേഞ്ച് ചെയ്യുന്നു. ഇങ്ങനെ പറയും. അല്ല എങ്കിലും നമ്മൾ അപകടത്തിലാകാനായിട്ട് ഇടയാകും. ആ പ്രസംഗനെയും വിശ്വസിക്കരുത്, ഈ പ്രസംഗനെയും വിശ്വസിക്കരുത്, എന്നെയും വിശ്വസിക്കരുത്. നിങ്ങളുടെ കയ്യിലുള്ള ബൈബിളിലെ വചനം വിശ്വസിച്ചോളുക. ഹല്ലേലൂയ. കാരണം നിങ്ങളുടെ ഭാവി നോക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. അപ്പോൾ ഈ ഒരു തലം നിങ്ങൾ തിരിച്ചറിയുക. ഇവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, ഭൂമിയിലെ കുടുംബത്തിന് സ്ത്രീയെ മുഖാന്തരവും പുരുഷൻ കാരണഭൂതനുമാണ്. സ്ത്രീ മുഖാന്തരം എന്ന് വെച്ചാൽ ശരീരം, കാരണഭൂതം എന്ന് വെച്ചാൽ ഹെഡ് ചിന്തിക്കുന്നതാണ് ശരീരം ചെയ്യുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ തല ഇപ്പൊ ചിന്തിക്കുക, എനിക്കിത്തിരി വെള്ളം കുടിക്കണം. അപ്പോൾ ആരെ ഉപയോഗിക്കണം? തല ശരീരത്തെ ഉപയോഗിച്ച്, ശരീരം മുഖാന്തരമാണ് വെള്ളം കുടിക്കുന്നത്. കണ്ടോ? ഇതേപോലെ സ്വർഗസ്ഥ പിതാവ് സകലതും സൃഷ്ടിച്ചത് മുഖാന്തരമായ ക്രിസ്തുവിലൂടെയാണ്. ഈ ഒരു തിരിച്ചറിവാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ക്രിസ്തുവിന്റെ പേരാണ് വചനം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവനിലൂടെയാണ് സ്വർഗസ്ഥ പിതാവ് സകലതും ഉളവാക്കിയത്. അവൻ മുഖാന്തരമാണ് സകലതും ഉളവാക്കിയത്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാം ഗോഡ് ഫാമിലിയാ. എല്ലാം ആ ഫാമിലിയിലുള്ള എല്ലാം ഗോഡ് സ്റ്റാൻഡേർഡ്. അവരുടെ അസ്തിത്വം, ദൈവം എന്ന് പറഞ്ഞാൽ ഒരസ്തിത്വമാണ്, അസ്തിത്വം. അപ്പോൾ തന്നെ ദൈവം എന്ന് പറഞ്ഞാൽ ഒരു ടൈറ്റിലാണ്. ഹല്ലേലൂയ. ആ ടൈറ്റിൽ എന്ന് പറയുന്നത് അർത്ഥം ഹെഡ് എന്നാണ്. അതിൻ്റെ അർത്ഥം ഹെഡ്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുക. അപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യം,
പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിന് കാരണഭൂതനാണ്. യേശുക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. യേശുക്രിസ്തു സകലത്തിനും മുഖാന്തരമാണ്. കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ ബൈബിൾ അങ്ങനെ തന്നെയാണെന്ന് ഉറപ്പിച്ചോളണം കേട്ടോ. ഹല്ലേലൂയ. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ എന്നെ തിരുത്തി തരണം. ഹല്ലേലൂയ. അങ്ങനെ തന്നെ ഇവിടെ ദൈവത്തിന് വചനം പറയാം, എന്നാൽ എല്ലാവരിലും ഈ അറിവ് ഇല്ല. അപ്പൊ ഈ അറിവ് നമുക്കുണ്ടാകണം, എങ്കിലേ കറക്റ്റായിട്ട് കാര്യം മനസ്സിലാകുകയുള്ളൂ. ഇനി മനസ്സിലാക്കുക, ശരീരത്തിന് തലയെ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. യേശു പറയുന്നു, നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞ്, നമ്മൾ നേരത്തെ വായിച്ചു, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ തല ആരാ? ക്രിസ്തു. ഹല്ലേലൂയ. എന്നിട്ട് ക്രിസ്തു വേറെ പറയാണ്, എനിക്ക് പിതാവിനെ പിരിഞ്ഞൊന്നും ചെയ്യാനും പറ്റത്തില്ല. നമ്മൾ പറയുന്ന യേശുവിനെല്ലാം ചെയ്യാൻ പറ്റുന്നു, പക്ഷെ യേശു പറയുന്നു എനിക്ക് അതിങ്ങനെ പറഞ്ഞ ആമേൻ ആമേൻ ഞാൻ ഉറപ്പിച്ചു തറപ്പിച്ചു നിങ്ങളോട് പറയുന്നു, എനിക്ക് പിതാവിനെ പിരിഞ്ഞൊന്നും ചെയ്യാനും പറ്റില്ല, നിങ്ങൾക്ക് എന്നെ പിരിഞ്ഞൊന്നും ചെയ്യാനും പറ്റില്ല. ഈ ഒരു ചിന്ത നമുക്ക് തിരിച്ചറിയണം. ഇതാ യോഹന്നാൻ 5:19 യേശു പറയുകയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് തറപ്പിച്ച് നിങ്ങളോട് പറയുകയാണ്, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയില്ല. വായിക്കാം. യോഹന്നാൻ 5:19. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നത് അല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിലായോ? നമ്മൾ ആരെങ്കിലും തർക്കിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ യേശു സത്യം ചെയ്ത് പറയാം, ആമേൻ ആമേൻ ഉറപ്പിച്ചും തറപ്പിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ, അതായത് ക്രിസ്തുവിന്റെ തലയാണ് പിതാവ്, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. നിങ്ങൾ ആ വചനം അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ സ്ഥാനം ഏതെന്ന് മനസ്സിലാകും. അവിടെ പോയിരുന്നാൽ നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് സ്ഥലത്തോട്ട് ഫിറ്റ് ആയില്ലെങ്കിൽ പ്രവർത്തിക്കത്തില്ല. ഇതാ സ്ക്രീൻ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ ബൈബിൾ അങ്ങനെ തന്നെയോട് നിങ്ങൾ ഉറപ്പിക്കണം. എന്നിട്ട് ഓരോ വചനവും റൈറ്റായിട്ട് ഫിറ്റ് ചെയ്യുക. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ സത്യം സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും ആ വണ്ണം തന്നെ ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? ആ ക്രിസ്തുവിന്റെ തലയാണ് പിതാവ്. ആ പിതാവ് എന്താണോ ചെയ്യുന്നത് മുഖാന്തരം അതനുസരിച്ച് ചെയ്യുന്നു. ഇപ്പൊ ഞാനിപ്പോ വെള്ളം കുടിക്കണമെങ്കിൽ അതിനു മുമ്പ് എൻ്റെ തല അത് ചിന്തിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ശരീരം അത് ചെയ്യുന്നത്. ഇതേപോലെ ഈ ഹെഡ്, തലയും ശരീരവും കാരണഭൂതനും മുഖാന്തരവും എന്ന ബന്ധം കുടുംബത്തിലും ഉണ്ട്. പുരുഷനും സ്ത്രീയും തമ്മിൽ വെച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ തല തിരിവ് ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കുടുംബകലഹങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിന് തല തിരിയാൻ പാടില്ല. റൈറ്റ് ലെവലിലാണെങ്കിൽ നല്ല രീതിയിൽ പോകാനായിട്ട് റെഡിയാകും. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ അധികം പോകുന്നില്ല. ഇതിൻ്റെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ചോദിക്കാം. ഗ്ലോറി. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കുക. പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരമായി മാറുകയാണ്. ഒരു ശരീരമായി മാറുകയാണ്. ആ ഒരു ശരീരം സ്വർഗം മുതൽ ഭൂമി വരെ ഉണ്ട്. ഈ ഒരു തിരിച്ചറിവ് മനസ്സിലാക്കുക. സ്വർഗം മുതൽ ഭൂമി വരെ ആ ഒരു ശരീരമുണ്ട്. നിങ്ങൾ നോക്കിയേ, ഈ ഒരു രംഗത്തിൽ ഈ മോളിൽ കാണുന്നത് ഹെവൻ എഴുതിയിട്ടുണ്ട്, പുതിയ ജെറുസലേമാണ്. താഴെ കണ്ടോ, താഴെ ഭൂമിയാണ്. ഇനി നമ്മുടെ പഴയ സ്ട്രക്ചറിൽ നമ്മൾ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. നമ്മുടെ പുതിയ സ്ട്രക്ചറിൽ നമ്മൾ സ്വർഗത്തിലുണ്ട്, ഭൂമിയിലുണ്ട്. ഈ ഒരു തിരിച്ചറിവാണ്. നമുക്ക് സ്പിരിറ്റ് ബോഡിയുണ്ട്. അപ്പോൾ തന്നെ സ്പിരിറ്റ് കൺട്രോൾഡ് ഫിസിക്കൽ ബോഡി ഉണ്ടാകും. ഈ ബോഡി പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ബോഡി സ്പിരിറ്റ് കൺട്രോൾഡ് ഫിസിക്കൽ ബോഡി. ഇതാണ് യേശു ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റ ശേഷം താൻ ജീവിക്കുന്നുണ്ട്, സ്വർഗത്തിൽ ജീവിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഭൂമിയിലും വന്ന് ജീവിക്കുന്നുണ്ട്. എവിടെയെങ്കിലും റൂമിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നടന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നത് പോലെ വരണ്ട, വന്നിങ്ങ് പ്രത്യക്ഷപ്പെട്ടാൽ മതി. പ്രത്യക്ഷപ്പെട്ട് കഴിയുമ്പോൾ തന്നെ ഫിസിക്കൽ ബോഡി കാണാം. പക്ഷെ അതുവരെയും താൻ സ്പിരിറ്റ് ബോഡിയിലാണ്. അപ്പൊ നമ്മളുടെ ആ പുതിയ രൂപത്തിലേക്ക് നമ്മൾ കയറുകയാണ്. പുതിയ രൂപത്തിലേക്ക് കയറുന്നത് അത് സ്പിരിറ്റ് ആത്മരൂപമാണ്. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം ലൂക്കോസ് 20-ാം അധ്യായം അതിൻ്റെ 34 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ അവിടെ നമ്മുടെ പുതിയ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ചിലര് യേശുവിനെ പിടിക്കാൻ വേണ്ടി ചില ചോദ്യങ്ങൾ ചോദിച്ചു വന്നു. ഒരു സഹോദരിക്ക് ആ സഹോദരിക്ക്
7 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. 7 പേരും മരിച്ചുപോയി. ഈ സഹോദരിയും മരിച്ചു. ഇനി പുതിയ ജീവിതത്തിൽ ഇവൾ ആർക്കായിരിക്കും ഭാര്യ? ഭൂമിയിൽ വെച്ച് 7 പേർക്കും ഭാര്യ ആയിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ യേശു പറയുന്നുണ്ട്, തിരുവെഴുത്തുകളെ കുറിച്ചോ ദൈവശക്തിയെക്കുറിച്ചോ അറിയാത്തത് കൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നു. ഈ ജീവിതത്തിൽ നിന്ന് ആ ജീവിതത്തിലേക്ക് യോഗ്യരായവർ, യേശുവിന്റെ വാക്ക് ശ്രദ്ധിച്ചേറ്റോളണം. അതുകൊണ്ട് പ്രസംഗരുടെ വാക്കിൽ തട്ടി വീഴരുത്. ഈ ജീവിതത്തിൽ നിന്ന് ആ ജീവിതത്തിലേക്ക് യോഗ്യരായവർ. അപ്പൊ ഈ ജീവിതത്തിൽ നിന്ന് ആ ജീവിതത്തിലേക്ക് പോകാൻ എന്നാ വേണം? യോഗ്യത വേണം. അല്ലാണ്ട് ചുമ്മാ ഒന്നും കയറൂല. യോഗ്യരായവർ വിവാഹം കഴിക്കുന്നുമില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നു ഇല്ല. അപ്പൊ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് ഇനിയിപ്പോ അടുത്ത ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ഒരു കൊച്ചു വീട്, ഒരു ചെറിയ ഒരു കുഞ്ഞു വീടും ഒരു കാറും 2 കുട്ടികളും ഒക്കെ ആയിട്ട് യേശുവോട് കൂടെ ഇങ്ങനെ ജീവിക്കുക? അങ്ങനെ ഒരു സംഭവമേ അവിടെ ഇല്ല. വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നുമില്ല. എന്നിട്ട് പിന്നെ എഴുതിയിരിക്കുക, നിങ്ങൾ ദൈവദൂത തുല്യരും. ഇനി ജഡരൂപികളല്ല, ദൈവദൂതന്മാർ ആത്മരൂപികളാണ്. നിങ്ങൾക്കറിയാമോ, ദൈവദൂതന്മാർക്ക് വിത്ത് പെർമിഷൻ ബോഡി എടുക്കാം. വിത്ത് പെർമിഷൻ ബോഡി എടുക്കുക. അവർക്ക് ഭൂമിയിൽ ബോഡി എടുക്കുക. അതുകൊണ്ടാണ് ഇത് പറയുന്നത്, അതിഥി സൽക്കാരം മറക്കരുത്. വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ഹെബ്രായ ലേഖനത്തിൽ, അതിനാൽ പലരും അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. അവർക്ക് ബോഡി എടുക്കാം. വിത്ത് പെർമിഷനാണ്. പെർമിഷൻ ഇല്ലാതെ എടുത്തു കഴിഞ്ഞാൽ ശിക്ഷ കിട്ടും. ഹല്ലേലൂയ. സ്വന്തം വാസസ്ഥലം കാത്തുകൊള്ളാതെ പോയ ദൂതന്മാരെ അന്ധതമസിന്റെ ചങ്ങലക്കിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനം പറയുക. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ പറയാണ് നിങ്ങൾ ദൈവദൂത തുല്യരും. പിന്നെ നിങ്ങളുടെ പേര് മനുഷ്യപുത്രന്മാരെന്നല്ല, ദൈവപുത്രന്മാരും എന്നായിരിക്കും. ഹല്ലേലൂയ. ആ ഭാഗം എടുത്തെങ്കിൽ വായിച്ചു സിസ്റ്ററെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 35 മുതൽ. എങ്കിലും ആ ലോകത്തിനും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തിനും യോഗ്യരായവർ എന്ന് പറഞ്ഞ യോഗ്യരായവർ. അപ്പൊ ആ ലോകത്തിന് ഈ സ്ട്രക്ചർ കണ്ടോ? ഈ സ്ട്രക്ചർ ഈ ലോകത്തിലെ സ്ട്രക്ചർ അല്ല, ആ ലോകത്തിലെ നമ്മുടെ സ്ട്രക്ചറാ. ആ ലോകത്തിലെ സ്ട്രക്ചറാ, ദൈവപുത്രന്റെ സ്ട്രക്ചറാണ്. അതിന് യോഗ്യരായവർ വിവാഹം കഴിക്കുകയുമില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല, അവർക്ക് ഇനി മരിപ്പാനും കഴിയുകയില്ല, അവർ പുനരുത്ഥാന പുത്രന്മാരാകയാൽ ദൈവദൂത തുല്യരും ദൈവപുത്രന്മാരും ആകുന്നു. അപ്പൊ ആരാണ് ഇനി അവര്? ദൈവപുത്രന്മാർ. ആർക്ക് തുല്യർ? അവരുടെ സ്ട്രക്ചർ ദൂതന്മാർക്ക് തുല്യമാണ്. അപ്പൊ ഈ സ്ട്രക്ചർ അല്ല, ഇനി ജഡരക്തത്തിലല്ല നമ്മൾ അപ്പിയർ ആകാൻ പോകുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ജഡരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കുക ഇല്ല, അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. ഇതിലല്ല, നമ്മൾ ദൈവദൂത തുല്യർ, സ്പിരിറ്റ് ബീയിങ്സ് ആയിരിക്കും, ആത്മരൂപികളായിരിക്കും. ദൈവദൂത തുല്യര് ദൈവപുത്രന്മാരും ആയിരിക്കും. അപ്പൊ നമ്മുടെ ക്ലാസ് മാറുക. ഇപ്പൊ നമ്മൾ മനുഷ്യപുത്രന്മാരെന്ന് അറിയപ്പെടുന്നു. അപ്പൊ നമ്മൾ ദൈവപുത്രന്മാരെ, ദൈവത്തിന്റെ ക്ലാസ്സിലേക്ക് നമ്മൾ മാറുകയാ, ദൈവപുത്രന്മാരായി മാറുകയാ. മനസ്സിലാവുന്നുണ്ടോ? ക്ലാസ് മാറുകയാണ്, അസ്തിത്വം മാറുകയാണ്. ഇതുകൊണ്ടാണ് പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ, ഇംഗ്ലീഷിൽ പറയുന്ന ഹീസ് എ ന്യൂ ക്രീച്ചർ, പുതിയൊരു ജീവി. KJV പറയാണ് പുതിയൊരു ജീവിയാണെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ പുതിയ ജീവി എങ്ങനെയാണ് ജീവിക്കണേന്ന് നമ്മൾ മൊത്തം പഠിക്കണം. ആർക്കെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് അറിയാമെങ്കിൽ നിങ്ങളോട് പറയാം. നിങ്ങൾ ചിന്തിച്ചു പോയിട്ട്, നമ്മൾ ഈ ചെയ്യുന്നത് മുഴുവൻ ബൈബിളിലൂടെ നമ്മൾ പഠിക്കുന്നില്ലേ? ഇത് മുഴുവൻ നമ്മുടെ സോഫ്റ്റ്വെയർ മാറ്റാൻ നോക്കുക, നമ്മുടെ ചിന്ത മാറ്റുകയാണ്. എന്നാൽ ക്രിസ്തീയ ജീവിതം അതല്ല. പുതിയ സൃഷ്ടിയിൽ സോഫ്റ്റ്വെയറല്ല, ഫേംവെയർ മാറ്റുക. സോഫ്റ്റ്വെയർ, ഫേംവെയർ, ഹാർഡ്വെയർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കിട്ടുള്ളൂ. ഹാർഡ്വെയർ എന്ന് വെച്ചാൽ ബോഡി സൈഡ്, സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോഗ്രാം. നമ്മൾ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്യത്തില്ലേ, ഒരാപ്പ് അനുസരിച്ച് നമുക്ക് റിസൾട്ട് കിട്ടും. എന്നാൽ ഫേംവെയർ എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. ഫേംവെയർ എന്ന് പറഞ്ഞാൽ കമ്പനി അതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അതിൻ്റെ ഉള്ളൊരു പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഫേംവെയർ അതാണ് ആ ജീവിയാക്കി മാറ്റുന്നത്. ആ ജീവിയാക്കി മാറ്റുന്നത്. ശ്രദ്ധിച്ചേ, നിങ്ങളിപ്പോ ഒരു പട്ടിയെ, നായ ഉണ്ടല്ലോ, നായിയെ നിങ്ങൾ പൂച്ച കരയണ പോലെ കരയാൻ പഠിപ്പിക്കാൻ പറ്റുമോ നോക്കുക. പറ്റുമോ? പറ്റില്ല. നായ എത്ര ശ്രമിച്ചാലും ബൗ ബൗ അങ്ങനെ പറ. നായ എത്ര ശ്രമിച്ചാലും, കാരണം അത് അതിന്റെ ഫേംവെയർ ആണേ, അതിന് മാറ്റാൻ പറ്റത്തില്ല. അത് ഫേംവെയർ, ഇറ്റ്സ് ഫേം ഫിക്സ്ഡ് എന്നാണ്. ഫേംവെയർ ഫിക്സ് ആയിട്ട് ധരിപ്പിച്ചിരിക്കുന്നു. അതാണ് അതിനെ നായ ആക്കിയത്. അത് സൃഷ്ടാവാ ചെയ്തേ. മനസ്സിലായോ? പക്ഷെ നമുക്കതിനെ ചേഞ്ച് ചെയ്യാവുന്ന സോഫ്റ്റ്വെയർ മാറ്റാം. സോഫ്റ്റ്വെയർ മാറ്റിയിട്ട് അവരോട് പറയാം സിറ്റ് സിറ്റ്
ഇരിക്കൂല, അന്ന് പിടിച്ചങ്ങ് ഇരുത്തിയിട്ട് ഒരു ബിസ്ക്കറ്റ് കൊടുക്കും. അപ്പോൾ അതിന് മനസ്സിലായി, അങ്ങ് ഇരുന്ന ബിസ്ക്കറ്റ് കിട്ടുമല്ലേ. അങ്ങനെ പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം സിറ്റ് എന്ന് പറയുമ്പോൾ അത് ഇരിക്കുമ്പോൾ ബിസ്ക്കറ്റ് കിട്ടും. അപ്പം മനസ്സിലായി ഇരുന്ന ബിസ്ക്കറ്റ് കിട്ടും. അപ്പോൾ സിറ്റ് എന്ന് കേട്ടാൽ പിന്നെ ഇരിക്കാൻ തുടങ്ങും, അപ്പോൾ ബിസ്ക്കറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ അതിൻ്റെ സോഫ്റ്റ്വെയറായി ചേഞ്ച് ചെയ്തേ, ഹാർഡ്വെയർ ഫേംവെയർ ചേഞ്ച് ചെയ്തില്ല, പിടുത്തം കിട്ടിയാ. പിന്നെ നമുക്ക് അതിൻ്റെ ഹാർഡ്വെയർ ചേഞ്ച് ചെയ്യാം. എങ്ങനെയാണെന്നറിയാമോ? ഇതേപോലെ ഒരു ചുരിദാറോ ഷർട്ടൊക്കെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് നമുക്ക് അതിൻ്റെ ഹാർഡ്വെയർ ചേഞ്ച് ചെയ്തതുപോലെ നമുക്ക് ആക്കിയെടുക്കാം. പിടുത്തം കിട്ടിയാ. നമ്മുടെ രൂപം മാറുന്നില്ലേ, നമ്മൾ പ്ലാസ്റ്റിക് സർജറി അതും ഇതൊക്കെ ചെയ്ത് ഹാർഡ്വെയർ ചേഞ്ച് ചെയ്തതുപോലെ യഥാർത്ഥത്തിൽ ഫേംവെയർ ചേഞ്ച് ചെയ്യുന്ന ഫാക്ടറിയാണ്. ഇതേപോലെ ഒരു ക്രിസ്തുവിലായ അവൻ്റെ ഫേംവെയർ മാറിപ്പോയി. നമ്മൾ പഴയതിട്ട് കളിക്കുന്നതുകൊണ്ട് റിസൾട്ട് വരാത്ത. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് ഞാൻ തരുന്ന പുതിയ വീഞ്ഞു കൊണ്ടുപോയി, അതാണ് പുതിയ സോഫ്റ്റ്വെയർ. ഈ പഴയ തുരുത്തിയിലിട്ടാൽ, അതായത് പഴയ ഫേംവെയറുള്ള സാധനത്തിൽ കൊണ്ട് ഇട്ടാൽ ഇത് വർക്ക് ചെയ്തില്ല മക്കളെ. ഇന്ന് എൻ്റെ സഹോദരങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് പറ്റിയതാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ ആ പ്രവചന നിവർന്നിരിക്കണേ. കാരണം ഇത് വർക്ക് ചെയ്യുന്നില്ല. പുതിയ ഫേംവെയർ ഉള്ളതിൽ പുതിയ സോഫ്റ്റ്വെയർ ഇടണ്ടേ. പഴയ നിങ്ങളിപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ വിൻഡോസ് 3.1 ഇട്ടെങ്കിലും കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യിപ്പിക്കാവുന്നത്. ഇന്നത്തെ ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ വിൻഡോസ് 3.1 അല്ലെങ്കിൽ ആ സിസ്റ്റം ദോസ് ഇട്ട് വർക്ക് ചെയ്യിക്കാൻ നടക്കില്ല. അത് പഴയ സിസ്റ്റമാണ്. അവർ പറയും ഇന്നത്തെ ഒരു സോഫ്റ്റ്വെയർ ഇതിനോട് ചേരത്തില്ല, ഒരു ഫേംവെയർ ഇതിനോട് ചേരത്തില്ല. അപ്പോൾ പുതിയ തോൽക്കൂടത്തിൽ പുതിയ വീഞ്ഞ് വെക്കണമെന്നാണ് കർത്താവ് പറയണേ. ഇതേപോലെ ഒരു ക്രിസ്തുവിലാകും പുതിയ സൃഷ്ടിയായി, അതിൽ പുതിയതേ വർക്ക് ചെയ്യുള്ളൂ. നിങ്ങൾ പഴയത് കൊണ്ടിട്ട് വർക്ക് ചെയ്യില്ല. ഇതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത് ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയൊക്കെ കാലം, യോഹന്നാൻ വരെ, അതൊക്കെ പണ്ടത്തെ കാലമാണ്. ഇപ്പോൾ ദൈവരാജ്യം പ്രസംഗിച്ചു തുടങ്ങി. ദൈവരാജ്യത്തിൽ പുതിയ സൃഷ്ടിയാണ്. ഇത് പുതിയ ഫേംവെയർ ആണ്. അതുകൊണ്ട് പുതിയ സോഫ്റ്റ്വെയർ ആണ്, നീ പുതിയ ഹാർഡ്വെയർ ആണ്. മൊത്തം പുതിയതാക്കി. ബൈബിൾ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, ഇതാ ഞാൻ സകലതും പുതിയതാക്കുന്നു. ദൈവം പറയാം ഞാൻ സകലതും പുതിയതാക്കുന്നു. എൻ്റെ മക്കളെ, നമുക്ക് പപ്പയോട് കൂടെ ചേരാന്നേ. ഇനിയും പിന്നോട്ട് പിടിക്കാതെ അപ്പനോട് കൂടെ നമുക്ക് ആ പരിപാടിക്ക് പോകാം. ഇവിടെ സംഭവിക്കുന്നത് സത്യം നീ അറിയുമ്പോൾ സത്യത്തിനെ സ്വതന്ത്രമാക്കും. ഇതുവരെ നിനക്ക് അറിയത്തില്ല. ഞാൻ ഇതാ പോക്കറ്റിൽ കത്തിയിട്ടാണ് നടക്കുക, എന്നിട്ട് ഞാൻ അവിടെ സൈറ്റ് മുഴുവൻ കത്തി അന്വേഷിച്ച് നടക്കുക. നമുക്ക് കണ്ടിട്ടില്ലേ, പലപ്പോഴും കണ്ണാടി ഇവിടെ ഇരിക്കുന്നുണ്ടാവും, പക്ഷെ കണ്ണാടി അന്വേഷിച്ച് നടക്കുക. അപ്പോൾ നമ്മുടെ കയ്യിൽ ദൈവം തന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് അറിയില്ല. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ നമ്മളുടെ ഇനിയുള്ള വാസസ്ഥലം ക്രിസ്തുവിൽ, ആദത്തിൽ നിന്ന് മാറി. ആദത്തിലാണെങ്കിൽ എന്നാ പറ്റും? പസ്കോറിന് 15:22 പറയാ, ആദത്തിൽ നീ ടെമ്പററിയാ, നീ ചത്തുപോകും. ക്രിസ്തുവിലേക്ക് മാറിയാ നീ നിത്യം ജീവിക്കും. മാറിക്കോളണം, വാസം മാറ്റിക്കോളണം. ഹല്ലേലൂയ. പസ്കോറിന് 15:22 വായിച്ചേ. പസ്കോരിന്ത്യർ 15:22. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. കണ്ടോ, ഇപ്പൊ 2 വാസസ്ഥലം കണ്ടോ? 2 വാസസ്ഥലം. ആദം എന്ന വാസസ്ഥലം, അതാണ് ഈ ജഡത്തിൽ വസിക്കുന്നത്, അതിലെല്ലാവരും മരിച്ചു പോകും. എന്നാൽ ക്രിസ്തു എന്ന വാസസ്ഥലത്തിലേക്ക് വന്നാൽ നീ ജീവിക്കും. അപ്പൊ ഈ ഒരു വ്യക്തമായൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇനി മറ്റൊരു ചിന്ത എന്ന് പറയുന്നത്, നമ്മളെ ദൈവം പുതിയ സൃഷ്ടിയിലേക്ക് വിളിച്ചിരിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി പുതിയ സൃഷ്ടിയിൽ ആത്മാവിൽ ക്രിസ്തുവിനെ പോലെയാണ്. പക്ഷെ നമ്മുടെ ദേഹി ക്രിസ്തുവിനെ പോലെയല്ല, ആദത്തെ പോലെയാണ്. അപ്പോൾ നമ്മുടെ ദേഹി ആത്മാവിലുള്ള ആ ഫേംവെയർ സിസ്റ്റത്തിലേക്ക് നമ്മളും ചേരുവാനായിട്ട് ഇടയാക്കണം. ഇതൊക്കെ ഇങ്ങനെ നിങ്ങളോട് പറയുന്നില്ലേ, നിങ്ങൾ കുത്തിയിരുന്ന് ധ്യാനിച്ചോ. അപ്പോൾ നിങ്ങൾക്കിത് ദൈവം വെളിപ്പെടുത്തി തരും. ഇതിൻ്റെ ആ ചെറിയ എസൻസ് മാത്രം നിങ്ങൾക്ക് ഇട്ട് തരുന്നത് നിങ്ങൾ ധ്യാനിച്ചാൽ മതി. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും, ദൈവം തരും. എൻ്റെ ഉള്ളിലുള്ള അതേ ആത്മാവ് തന്നെ നിങ്ങളിലുണ്ട്. ദൈവം നിങ്ങൾക്കിത് പറഞ്ഞു തരുവാനായിട്ട് ഇടയാകും. അപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ടേക്ക് അധികം പോകാൻ സമയമില്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് മനസ്സിലാക്കാം. നമ്മളിപ്പോൾ ഫസ്റ്റ് പറഞ്ഞ 11:3 പഠിച്ചു അല്ലേ? ഇനി നിങ്ങൾക്ക് ഇത് ആർക്കെങ്കിലുമൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾക്ക് പോയി പഠിക്കാം. ഇത് സൗജന്യമായി ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നു, ഞാൻ അങ്ങനെ വരച്ച് എടുത്തു. സഭയ്ക്ക് വേണ്ടിയാണ് ഇതൊക്കെ. ഇത് നിങ്ങളിത് ഈ ചിത്രം വെച്ച് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങളെ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കൊണ്ടുവരണം. കണ്ട, എൻ്റെ മുഖം ഇതിൻ്റെ ഉള്ളിലുണ്ട്, കണ്ട ഇരിക്കുന്നുണ്ടോ? ഇത് ഞാനാണ്. ഇതേ നമ്മുടെ നോവൽ പാസ് ഇവിടെ കാണും, എവിടെയെങ്കിലും നോക്കട്ടെ. അതേ ഇരിക്കുന്നു നോവൽ പാസ്റ്റർ, മനസ്സിലായോ? അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒറിജിനൽ ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ബോഡി ഓഫ് ക്രൈസ്റ്റിലെ അംഗമാണ്, പുതിയ സൃഷ്ടിയുടെ ഭാഗമാണ്. നിങ്ങൾ ഓരോരുത്തരും പുതിയ സൃഷ്ടിയുടെ ഭാഗമാണ്. അപ്പോൾ ഈ പുതിയ സൃഷ്ടിയിൽ നമുക്ക് മരണമില്ല. കാരണം ഇവിടെ ജീവൻ കിട്ടിയത് തന്നെ മരണത്തിൽ നിന്നാണ്. നമ്മുടെ പഴയ ജീവൻ കിട്ടിയില്ലേ, ആദത്തിലെ ജീവനില്ലേ, അത് കിട്ടിയത് ജനനത്തിൽ നിന്നാണ്. പുതിയ സൃഷ്ടിക്ക് ജീവൻ കിട്ടിയത് ജനനത്തിൽ നിന്നല്ല, മരണത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഇനി അതിന് വീണ്ടും ഒരു മരണമില്ല. അപ്പൊ ഈ ഒരു തലം തിരിച്ചറിയുക, ഈ ഒരു തലം തിരിച്ചറിഞ്ഞിട്ട് ഈ ക്രിസ്തുവിൻ്റെ ഷെയർ ഇടുക.
ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചാൽ നിങ്ങൾ ക്രിസ്തുവിൽ ഷെയർ ഉള്ളവരായിരിക്കും, പങ്കാളികളായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതിലേക്ക് മാറണം, പുതിയതിലേക്ക് മാറണം. മറ്റേത് പഴയത് പെട്ടെന്ന് തീർന്നു പോകും. അപ്പം ഈ പുതിയതിൻ്റെ സ്ട്രക്ചർ ഇതാണ്. ഈ ഒരു രംഗത്തിൽ, ഈ ഒരു സ്ട്രക്ചറിൽ ഈ ആണും പെണ്ണും ആയിരിക്കുന്ന നമ്മൾ ആ സഭയുടെ ഭാഗമാണ്. സഭ, ശരീരം, ക്രിസ്തുവിൻ്റെ ശരീരത്തെയാണ് സഭ എന്ന് പറയുന്നത്. സഭയുടെ തലയാണ് ക്രിസ്തു. നിങ്ങൾക്കിവിടെ കാണാം, സഭയുടെ തലയാണ് ക്രിസ്തു. ഇനി ക്രിസ്തുവിൻ്റെ തലയാണ് ദൈവം. ഈ ഒരു തിരിച്ചറിവുകൊണ്ടാണ്. ഇനി ശ്രദ്ധിക്കുക, ഈ ബോഡിയിലുള്ള എല്ലാവരും ഗോഡ് ഫാമിലിയിലാണ്, ഗോഡ് ക്ലാസ്സിലാണ്. ഈ ജഡത്തിലുള്ള എല്ലാവരും അങ്ങനെയല്ല, ഇത് ഹ്യൂമൻ ക്ലാസ്സാണ്. എന്നാൽ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ എല്ലാവരും ഗോഡ് ക്ലാസ്സായി. ദൈവവും ക്രിസ്തുവിലുള്ള ദൈവത്തിൻ്റെ മക്കളും. ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് നാം അതിൽ നിലകൊള്ളാനായിട്ടാണ്. നമ്മളെ തന്നെ നാം ആരായി കാണണം? ദൈവത്തിൻ്റെ ക്രിസ്തുവിലുള്ള മക്കളായി കാണണം. ഇതാ ക്രിസ്തു പറയുന്നത്, ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും. വീട്ടിൽ ഭക്തിയുള്ള അമ്മമാര് പറയാറില്ലേ, കർത്താവ് തന്ന കുഞ്ഞുങ്ങളാട്ടോ എന്ന് പറയുന്നത് പോലെ, അത് ജഡത്തിലെ കുഞ്ഞുങ്ങൾ. ഇത് ക്രിസ്തു പറയുകയാണ്. ഹെബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം ഞാൻ ചിന്തിക്കുന്നു. അവിടെ ക്രിസ്തു പറയാണ്, ഞാനും ദൈവം എനിക്ക് തന്ന മക്കളുമാണ്. വായിക്കേ. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം. ഞാൻ അവനിൽ ആശ്രയിക്കും, ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്നും പറയുന്നു. ഞാനും ദൈവം എനിക്ക് തന്ന മക്കള്, ക്രിസ്തുവിന് കൊടുത്ത മക്കളാണ് ഈ പുതിയ സൃഷ്ടിയിലെ നമ്മളെല്ലാവരും. സ്വർഗത്തിലെ അപ്പൻ ക്രിസ്തുവിന് കൊടുത്ത മക്കളാണ്. ഇത് ക്രിസ്തുവിന്റെ വാക്കവിടെ കൊട്ടിയാണ്. ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും. ഹല്ലേലൂയ. ഈ മക്കളെ എപ്പോഴാ കൊടുത്തേ? ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ കൊടുത്തതാ. ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ആ തെരഞ്ഞെടുപ്പിൽ മക്കളെ കിട്ടിയത് കാൽവരി ക്രൂശിലെ യാഗത്തിലാണ്. അവരെ ജനിപ്പിക്കുന്നത് ഇപ്പോഴാ. ഓരോരുത്തരോട് സുവിശേഷത്താൽ ജനിപ്പിച്ച് വരികയാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു തിരിച്ചറിവ്, അതാണ് സ്വർഗീയ കുടുംബം. എന്നിട്ട് ദൈവത്തിന്റെ വചനം എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്ന കാര്യം എന്നറിയാമോ? 2-ാം അധ്യായം 18-19 വാക്യത്തിൽ പറയുകയാണ്, നമ്മൾ ഇനി ദൈവത്തിന്റെ കുടുംബക്കാരാണ്. ഇതുവരെയും ഭൂമിയിലെ ഏതെങ്കിലും പാലത്തിങ്കൽ കുടുംബം, അല്ലെങ്കിൽ പകലോമറ്റം കുടുംബം, അല്ലെങ്കിൽ വെമ്പനാട്ട് കുടുംബം, അതെല്ലാം സെമിത്തേരി കുടുംബം. എന്നാൽ ഇവിടെ പറയുന്നു, ഞങ്ങൾ ഇനി ദൈവത്തിന്റെ വീട്ടുകാരാണ്. സെമിത്തേരി ഇല്ലാത്ത നാട്. വായിക്കേ. എഫേസ്യർ 2:18-19 വാക്യം. അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനം ഉണ്ട്. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമത്രേ. ഒന്ന് പറഞ്ഞേ, ദൈവത്തിന്റെ ഭവനക്കാർ. ഇത് മനസ്സിലാക്കണം. ഇത്രയും നാളും മനുഷ്യന്റെ ഭവനക്കാരായിരുന്നു, ഇനി അങ്ങനെയല്ല, ദൈവത്തിന്റെ ഭവനക്കാരാ. അവൻ മുഖാന്തരം പിതാവിന്റെ വീട്ടിൽ താമസം ഉണ്ടെന്ന്. ആരാണ് ഈ അവൻ? യേശു ക്രിസ്തു മുഖാന്തരം പിതാവിന്റെ വീട്ടിൽ, അപ്പന്റെ വീട്ടിൽ നമുക്ക് താമസം ഉണ്ടെന്ന്. ഇതൊരു ഭാര്യ ഭർത്താവ് ബന്ധം പോലെ കാണിക്കണേ. സഹോദരിമാരെ, നിങ്ങൾ ചിന്തിച്ചേ, നിങ്ങൾ ജനിച്ച വീട്ടിലാണ് ഇപ്പൊ താമസിക്കണേ? അല്ല, നിങ്ങൾ ഭർത്താവിന്റെ വീട്ടിലല്ലേ? അത് മോസ്റ്റ്ലി ഭർത്താവിന്റെ അപ്പന്റെ വീട്ടിലേക്കായിരിക്കും നിങ്ങൾ കല്യാണം കഴിഞ്ഞ് കയറിയത്, അല്ലേ? ഇതേപോലെ തന്നെ ഇവിടെ പറയണേ, ആ അപ്പന്റെ വീട്ടിലേക്ക് ക്രിസ്തു മുഖാന്തരം ഏകാത്മാവിൽ നമുക്ക് പ്രവേശനം ഉണ്ട്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ വീട്ടുകാരായി തീരുകയാണ്, ദൈവത്തിന്റെ മക്കളായി തീരുകയാണ്. ഈ ഒരു രംഗം നമ്മൾ തിരിച്ചറിയുക. ഇനി ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഈ ക്രിസ്തുവിന്റെ തലയാണ് ദൈവം. ഈ യെല്ലോ കളർ കൊടുത്തെങ്ങനെ ഉണ്ടോ? ഇതാണ് സ്വർഗസ്ഥ പിതാവ്, ക്രിസ്തുവിന്റെ തല ദൈവം. അപ്പൊ ഇനി ക്രിസ്തു അപ്പൊ ആരാന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ശരീരം. അതാണ് കൊളോസ്യർ 2:9 പറയുന്നത്, ദൈവത്തിന്റെ സർവസമ്പൂർണതയും ശരീരരൂപത്തിൽ ക്രിസ്തുവിൽ വസിക്കുന്നു. ദൈവത്തിന്റെ സകല സമ്പൂർണതയും ശരീരരൂപത്തിൽ ക്രിസ്തുവിൽ വസിക്കുന്നു. ക്രിസ്തുവിന്റെ തലയായി ദൈവം വസിക്കുന്നു. കൊലോസ്യർ 2:9 മുതൽ. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ദൈവത്തിന്റെ സർവസമ്പൂർണതയും
ദേഹരൂപം, തലരൂപത്തിലല്ല, ശരീരരൂപത്തിൽ. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത് തലയെ പിരിഞ്ഞ് ബോഡിക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല, എനിക്ക് സ്വയമായി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, എൻ്റെ പിതാവ് എന്ത് കാണിക്കുന്നു അതാണ് ഞാൻ ചെയ്യുന്നത്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ തല ക്രിസ്തുവാണ്, സഭയുടെ തല ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് ക്രിസ്തു നമ്മളോട് പറയുന്നത് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാനും പറ്റില്ല. മനസ്സിലായി? യോഹന്നാൻ സുവിശേഷം നമ്മൾ വായിച്ചു 15-ാം അധ്യായത്തിൽ, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ക്രിസ്തു പറയുന്നു പിതാവിനെ പിരിഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു ഹെഡ് ആൻഡ് ബോഡി ഓർഗൻ റിലേഷൻഷിപ്പാണ്. ഹെഡ് ആൻഡ് ബോഡി ഓർഗൻ റിലേഷൻഷിപ്പ്. ഇവിടെ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ ശരീരത്തിലെ അവയവങ്ങളായിരിക്കും. ക്രിസ്തുവിന്റെ ഭാഗമാണ് നമ്മൾ. അവിടെയാണ് നമ്മുടെ താമസം. ഇതാണ് കർത്താവ് പറഞ്ഞേ, എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. പിതാവിന്റെ ഭവനമാണ് ക്രിസ്തു. ആ ക്രിസ്തുവിലാണ് നമ്മൾ പോയി വസിക്കുന്നത്. നമ്മളെല്ലാവരും കൂടി വസിക്കുന്ന ഒരു എക്സ്റ്റേണൽ സ്പിരിച്വൽ മണ്ഡലമാണ് പുതിയ യെരൂശലേം. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ് വേണം. അതുകൊണ്ടാണ് പുതിയ യെരൂശലേമിൽ ആലയമില്ല. സ്വർഗസ്ഥ പിതാവും പുത്രനുമാണ് ആലയം. ആ ആലയത്തിന്റെ ഉള്ളിലാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മളെക്കുറിച്ച് പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ ആലയം എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു തിരിച്ചറിവ് വേണം. ഇനി നാം മനസ്സിലാക്കേണ്ടത് ഇതിന്റെ അവയവങ്ങളാണ് നമ്മളെന്നുള്ള. 1 കൊരിന്ത്യർ 6:15 വായിച്ച്. 6:15 ധാരാളം ഭാഗങ്ങളിലുണ്ട്. നമ്മൾ ഈ ശരീരത്തിന്റെ അവയവങ്ങളാണ്. 1 കൊരിന്ത്യർ 6:15. 1 കൊരിന്ത്യർ 6:15. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങളാകുന്നു എന്ന് അറിയുന്നില്ലയോ? നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ അവയവങ്ങൾ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ആരാണ്? സ്പിരിറ്റ് ബോഡിയില് ക്രിസ്തുവിന്റെ അവയവമാണ്. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ അവയവമാണ്. ക്രിസ്തു ആരാണ്? ദൈവത്തിന്റെ ശരീരമാണ്. മനസ്സിലായോ? ദൈവമാരാണ്? ക്രിസ്തുവിന്റെ തലയാണ്. അപ്പൊ എല്ലാം കൂടി ഒന്നായില്ലേ? എല്ലാം കൂടി ഒന്നായില്ലേ? ദൈവ കുടുംബം ഒന്നായി. സ്വർഗീയ പിതാവ് കുടുംബനാഥൻ, തലവൻ. യേശു ക്രിസ്തു മുഖാന്തരം. ഒരു വീട്ടിലെ അമ്മയുടെ സ്ഥാനമാണ്. അമ്മ മുഖാന്തരമാണ്. ഈ സ്വർഗീയ കുടുംബത്തിനൊരു കുഴപ്പമുണ്ട്, ഒരു കുറവുണ്ട്. എന്നാന്നറിയാമോ? പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്താ സ്വർഗീയ കുടുംബത്തിന്റെ കുറവ്? ഭൂമിയെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് എന്നാ കുറവ്? സ്ത്രീ കഥാപാത്രം ഇല്ല. സ്വർഗീയ കുടുംബത്തിൽ സ്ത്രീ കഥാപാത്രം ഇല്ല. ഭൂമിയിലെ കുടുംബത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. സ്വർഗീയ കുടുംബത്തിൽ സ്ത്രീ കഥാപാത്രമില്ല. അവിടെ മുഖാന്തരം പുത്രന്മാര് തന്നെയാണ്. മുഖാന്തരം പുത്രന്മാര് തന്നെയാണ്. ദൈവപുത്രനായ ക്രിസ്തുവിലൂടെയാണ് കാരണഭൂതനായ പിതാവ് സകലതും സൃഷ്ടിച്ചതും സകലരെയും ജനിപ്പിക്കുന്നതും. മനസ്സിലായോ? ഒരു കുടുംബത്തിൽ പിതാവ് എല്ലാ കാര്യങ്ങളും നോക്കും. പിതാവാണ് സപ്ലൈ ചെയ്യുന്നത്, ഭാര്യയിൽ കൊടുക്കും, ഭാര്യയാണ് എല്ലാം മാനേജ് ചെയ്യുന്നത്. ഇത് തന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. യേശുവും പിതാവും മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. യേശുവിനെ കുറിച്ച് എവിടെ ബൈബിള് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. മുഖാന്തരം എന്നായിരിക്കും പറയുക. പുതിയ സൃഷ്ടിയിൽ മാത്രം വരുമ്പോഴാണ് കാരണഭൂതൻ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യേശുവിലാണ് നമ്മൾ ആരംഭിക്കുന്നത്. ബാക്കി എവിടെയും നിങ്ങൾ നോക്കിക്കോ, മുഖാന്തരം എന്ന് മാത്രമായിരിക്കും നമ്മളെക്കുറിച്ച്, ക്രിസ്തുവെ കുറിച്ച് പറയുന്നത്. പിതാവിനെ കുറിച്ച് പറയുമ്പോൾ കാരണഭൂതൻ. എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞവരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ആരംഭിക്കുന്നു. അതിന്റെ അർത്ഥം സോഴ്സ്. എന്താണ് അർത്ഥം? സോഴ്സ്. ഹല്ലേലൂയ. യാക്കോബ് 1:17 വായിച്ച്. യാക്കോബ് 1:17. മുഖാന്തരം എന്ന് പറഞ്ഞാൽ റിസോഴ്സ്. ഹല്ലേലൂയ. മുഖാന്തരത്തിൽ മുഖാന്തരങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. യാക്കോബ് 1:17. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കൽ നിന്ന് ഇറങ്ങി വരുന്നു. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെ ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു. അതാണ് സോഴ്സാണ്. സോഴ്സ്, സകലത്തിന്റെയും സോഴ്സ്, ജീവന്റെ സോഴ്സ്. മനസ്സിലായോ? ഇനി യേശു ജീവിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഈ ജീവൻ യേശുവിന് പിതാവ് ഗിഫ്റ്റ് കൊടുത്തിരിക്കുകയാണ്. ഇതാണ് ദൈവവചനം പറയുന്നത്. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും ജീവനുണ്ടാകുവാൻ പിതാവ് വരം കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 26 ഞാൻ ചിന്തിക്കുന്നു. നോക്കിയേ. യോഹന്നാൻ 5-ാം അധ്യായം അതിന്റെ 26-ാം വാക്യം. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാറ്
വരം നൽകിയിരിക്കുന്നു. കേട്ടോ, അപ്പൊ പുത്രന് ജീവൻ കിട്ടുന്നത് പിതാവിന് തന്നിൽ തന്നെ ജീവനുണ്ട്. ആ ജീവൻ പുത്രനും ഉണ്ടാകുവാൻ പിതാവ് വരം കൊടുത്തിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോ ഇനി പുത്രൻ പറയാണ്, അതിന്റെ 6:57 ഞാൻ ചിന്തിക്കുന്നു. പുത്രൻ പറയാണ് ജീവനുള്ള പിതാവ്. ആ പിതാവിന് എന്താ ഉണ്ട്? ജീവനുണ്ട്. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ. അപ്പൊ യേശു എങ്ങനെ ജീവിക്കുന്നേ? പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നാൽ നിങ്ങൾ ഞാൻ മുഖാന്തരം ജീവിക്കുക. കണക്ഷൻ കണ്ടോ? എല്ലാവരും ഒറ്റ കണക്ഷനാ. വായിച്ചേ. യോഹന്നാൻ 6:57 ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഹല്ലേലൂയ. ഇതാ യേശു വന്നിട്ട് പറയണേ, ഇതാ ഞാൻ എന്നെ അയച്ചിട്ടാണ് ഞാൻ വന്നത്. ഞാൻ നിങ്ങൾക്ക് ജീവൻ തരുവാനും അത് സമൃദ്ധിയായി തരുവാനുമാണ് ഞാൻ വന്നത്. അപ്പോ ഞാൻ ജീവിക്കണം എങ്ങനെയാ? ഞാൻ ജീവിക്കുന്നത് പിതാവിനാലാണ്. ആ ജീവനും കൊണ്ടാണ് ഞാൻ വന്നത്, നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് വന്നത്. അങ്ങനെ നിങ്ങൾ ഈ ജീവൻ എന്നിൽ നിന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതാ നമ്മളെല്ലാം ജീവിക്കും. പിതാവ് ജീവിക്കുന്നു, പിതാവിൽ ഞാൻ ജീവിക്കുന്നു, എന്നിൽ നിങ്ങൾ ജീവിക്കുന്നു. എല്ലാം കൂടി ഒരു കണക്ഷൻ, കൂടാരം. മനസ്സിലായോ? ഇതാണ് ദൈവ കുടുംബം. അപ്പൊ ഈ ഒരു സെറ്റപ്പാണ് ഇവിടെ കാണുന്നത്. ഇതെല്ലാം കൂടി ഒരു ബോഡിയാണ്, ഒരു സ്പിരിറ്റാണ്. ഇത് തിരിച്ചെടുത്ത് വേറെ വേറെ സ്പിരിറ്റ് ഒന്നുമില്ല, ഒരൊറ്റ സ്പിരിറ്റേ ഉള്ളൂ. ഇതെല്ലാം കൂടി പിതാവ് മുതൽ നമ്മൾ വരെ ഒരൊറ്റ സ്പിരിറ്റായിട്ട് അങ്ങ് മാറുകയാണ്. ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങൾക്ക് ഈ രംഗം കാണുവാനായിട്ട് കഴിയും. നമ്മുടെ വാസസ്ഥലം ഇനി ഇതാണ്, ഈ ദൈവ കുടുംബമാണ്. ഈ ദൈവ കുടുംബത്തിലാണ് നാം ജീവിക്കേണ്ടത്. വായിച്ചേ. എഫേസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 3 മുതൽ. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടെ വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഹല്ലേലൂയ. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാം കൂടി ഒന്നാകുകയാണ്, എല്ലാം കൂടി ഒന്നാകുകയാണ്. ഒന്നുകൂടി വായിച്ച് തുടക്കം മുതൽ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ. ഏക പ്രത്യാശ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കൂടെ ദൈവത്തോട് ഒരുമിച്ച് ഒരു കുടുംബമായി വസിക്കുകയാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കും. നിങ്ങൾ മാനസാന്തരപ്പെടുക, എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ദൈവത്തോടുകൂടെ ജീവിക്കാം, ഒരു കുടുംബമായി തീരാ. അങ്ങനെ എല്ലാവരും ക്രിസ്തയേശുവിൽ നമ്മളെല്ലാവരും വിളിച്ചിരിക്കുക, ഏക കുടുംബമായി വിളിച്ചിരിക്കുക. പ്രത്യാശ ഒരേ ഒരു പ്രത്യാശയാണ്, ദൈവത്തോട് ജീവിക്കുക, ദൈവത്തിന്റെ മക്കളായി ജീവിക്കുക. താഴേക്ക്. നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്. ശരീരം നോക്കിയേ, ഇതെല്ലാം കൂടെ ഒരൊറ്റ ബോഡിയാണ്. സ്വർഗീയ പിതാവ് തല, നമ്മളെല്ലാം കൂടെ ശരീരം, ഒറ്റ ബോഡിയായിരിക്കുക. സ്വർഗീയ പിതാവുമായിട്ട് നോക്കുമ്പോൾ ക്രിസ്തു ആരാണ്? ശരീരം, പിതാവ് ഹെഡ്, നമ്മൾ ക്രിസ്തുവിന്റെ ഉള്ളിലെ അവയവങ്ങൾ, എല്ലാം കൂടി ഒറ്റ ബോഡി. ഹല്ലേലൂയ. ശരീരം ഒന്ന്. താഴേക്ക്. ആത്മാവ് ഒന്ന്. നോക്കിയേ, ഇതിൽ ദൈവാത്മാവിന്റെ പങ്ക് ഇവിടെ കാണാം. ഒരു നീല വര വരച്ചെങ്ങനെയുണ്ടോ? ഒരു നദി. ഈ നീല നദിയാണ് ദൈവാത്മാവിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ നീല നദി ആരംഭിക്കുന്നത് പിതാവിൽ നിന്നാണ്. പിതാവിൽ നിന്ന് ആ ജീവൻ, ആ ആത്മാവ് പുത്രന് കൊടുത്തിരിക്കുന്നു. അങ്ങനെ കൊടുത്ത ആത്മാവിന്റെ പേരാണ് പുത്രത്വത്തിന്റെ ആത്മാവ്. ആ പുത്രനിൽ നാം വിശ്വസിച്ചപ്പോൾ അതേ ആത്മാവ് നമ്മളെല്ലാവരിലേക്കും വ്യാപരിച്ചു. ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ നാഡികളെ കുറിച്ചൊന്ന് പഠിച്ചാൽ മതി. നാഡികൾ, തലയിൽ നിന്ന് നാഡികൾ ഇങ്ങ് വരും. ഈ നാഡി എല്ലായിടത്തേക്കും പോയിരിക്കുക. ഈ നാഡിയാണ് എല്ലാവർക്കും ഇൻഫർമേഷൻ കൊടുക്കുന്നത്. ആ നാഡി കട്ടായാൽ പരിപാടി കൂട്ടി. ഈ ടെറസിന്റെ മുകളിൽ നിന്ന്, മരത്തിന്റെ മുകളിൽ നിന്നൊക്കെ താഴെ വീണവർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവര് ഈ കൻഡ്യൂട്ട് എന്ന് പറഞ്ഞില്ലേ, ഈ വയറ് കൊണ്ട് ഈ പൈപ്പ് ഇട്ടേക്കണുണ്ടോ ഇവിടെ? ഡ്രഗിങ് അടിച്ചിട്ട്, സോറി ഇവിടെ കാണുന്നില്ല, എല്ലാ സാധനം ഇന്റേണൽ ഈ പോയി ഇങ്ങനെ വയറ് പോയേക്കണുണ്ടല്ലേ, ഇതേപോലെ കൻഡ്യൂട്ടിൽ കൂടിയാണ് പോകുന്നത്. ഇതുപോലെ നമ്മുടെ ഉള്ളിൽ തലയിൽ നിന്ന് ഈ വയറ് മൊത്തം ഇതിൻ്റെ ഉള്ളിൽ, നമ്മൾ നട്ടലില്ലേ, നട്ടലിൻ്റെ ഉള്ളിൽ കൂടെ ദൈവം പാസ് ചെയ്തിട്ടിരിക്കുക. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടേക്കണേ. അതിൻ്റെ ഉള്ളിൽ കൂടി വിട്ടിരിക്കുന്ന സമയത്ത് മോളിൽ നിന്ന് എങ്ങനെ താഴെ വീണ് കഴിയുമ്പോൾ ഈ നടുവങ്ങ് ഒടിയും. നടുവ് ഒടിഞ്ഞു കഴിയുമ്പോൾ ആളുകൾ അയ്യോ ഓടിപ്പോയി, നമ്മുടെ സോനക്കുട്ടൻ താഴെ വീണ്, പിടിച്ചോടാ പിടിച്ചോടാന്ന് പറഞ്ഞ് പിടിച്ച് വണ്ടി കയറ്റുന്ന സമയത്ത് നരമ്പ് മൊത്തം പൊട്ടിപ്പോകും. മനസ്സിലായോ? മര്യാദയ്ക്ക് കൊണ്ടുപോയി ഒരു കുഴപ്പമില്ലായിരുന്നു, ആ വസ്തി മാത്രം റെഡിയാക്കിയാൽ മതിയായിരുന്നു. ഈ ഞരമ്പ് ഉണ്ടല്ലോ, ഇങ്ങനെ റബ്ബർ ബാൻഡ് പോലെയല്ലേ കിടക്കണേ ഞരമ്പ്, ഈ നാടികൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയേക്കണേ.
ഇത് ഇവർ പിടിക്കുമ്പോൾ ഇവർ പിടിക്കണം, ഈ കൈ പിടിക്കും, ഈ കൈ പിടിക്കും, മറ്റേനും ആ കാലെ പിടിക്കും, ഈ കാലെ പിടിക്കും, വില്ല് പോലെ ഇങ്ങനെ വളയും. ഈ വളയണ സമയത്ത് ഇതൊക്കെ അങ്ങ് പൊട്ടിപ്പോകും. ടിക് 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 ടിക്. അത് കൂട്ടിച്ചേർക്കാൻ പറ്റില്ല, ഭയങ്കര പണിയാണ്. അങ്ങനെ വയറ് കട്ടായി കഴിഞ്ഞാൽ കണക്ഷൻ പോയി, തലയുമായുള്ള ബന്ധം പോയി. പിന്നെ ശരീരത്തിന് താഴേക്ക് ജീവൻ ഉണ്ടാകും, പക്ഷെ കണക്ഷൻ കിട്ടൂല, നിത്യകാലം പാരലൈസ്ഡാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു തിരിച്ചറിവ് വേണം. അതുകൊണ്ട് ആരെങ്കിലും അവിടെ നിന്ന് എവിടെന്നെങ്കിലൊക്കെ വീണ് കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾക്ക് സ്നേഹമൊക്കെ ഉണ്ട്, പിടിച്ചോടാന്ന് പറഞ്ഞെടുത്ത് കയറ്റരുത്. ഒന്നില്ലെങ്കിൽ നേരെയുള്ളൊരു പലക, ആ പലകയിലേക്ക് പയ്യെ ഉരുട്ടി കാരണം നടുവ് വളയരുത്. വളഞ്ഞു കഴിഞ്ഞാൽ ആ നാടി പൊട്ടിപ്പോകും. അപ്പോൾ ഇത് പഠിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാകും. ഇതേപോലെ അതായത് തലയിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ പോകണത് ആ നാടി കൂടിയാണ്. അത് പോയില്ലെങ്കിൽ വർക്ക് ചെയ്യത്തില്ല. അപ്പം ഇതേപോലെ സ്വർഗീയമായ സ്വർഗസ്ഥ പിതാവിൻ്റെ ചിന്തകൾ നേരെ ശരീരമാണ് ക്രിസ്തുവിലേക്ക് കൊടുക്കുക. ക്രിസ്തുവിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ക്രിസ്തു തൻ്റെ അവയവങ്ങളായ നമ്മളിലേക്ക് അത് പാസ് ചെയ്യുക. ഈ സിസ്റ്റം നമ്മൾ കട്ടാകരുത്. കട്ടായി കഴിഞ്ഞാൽ ദൈവരാജ്യം നമ്മളോട് വർക്ക് ചെയ്യത്തില്ല. ഇതുകൊണ്ടാണ് പറയുന്നത്, തലയെ മുറുകെ പിടിക്കാത്ത ആരും നിങ്ങളുടെ വിരുദ് തെറ്റിക്കരുതെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഈ ഒരു സിസ്റ്റം നമ്മൾ അറിയണം, അതനുസരിച്ച് പ്രവർത്തിക്കണം. അപ്പോൾ ഈ സിസ്റ്റം നിങ്ങൾ അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തം ഒരു വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടും. വെളിപ്പാട് പുസ്തകം നമ്മൾ പറയാറില്ലേ, യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടെന്ന് പറയാറില്ലേ? അത് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്, പക്ഷേ യേശുവിൽ നിന്ന് ഉത്ഭവിച്ചതല്ല. അത് ഉത്ഭവിക്കുന്നത് സ്വർഗസ്ഥ പിതാവിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ അത് വെളിപ്പെട്ടതാണ്. ക്രിസ്തു അത് യോഹന്നാന് കൊടുത്തതാണ്. യോഹന്നാൻ അത് സഭയ്ക്ക് തന്നതാണ്. കണ്ടോ കമ്മ്യൂണിക്കേഷൻ പോണ പോക്ക് കണ്ടോ? വായിച്ച് 1:1, വെളിപ്പാട് 1:1. വെളിപ്പാട് 1:1. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അപ്പൊ എവിടെന്നാ സ്റ്റാർട്ട് ചെയ്യണേ? ദൈവത്തിൽ. ശ്രദ്ധിച്ചേ, എവിടെന്നാ സ്റ്റാർട്ട്? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒന്നുകൂടി വായിച്ചേ, എന്നിട്ട് നിങ്ങളോട് ചോദിക്കുക എവിടെന്നാ സ്റ്റാർട്ട് ചെയ്യണേ. ഒന്നുകൂടി വായിക്കേ. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അപ്പൊ എവിടെന്നാ ഇത് സ്റ്റാർട്ട് ചെയ്തേ? ദൈവത്തിൽ. സ്വർഗസ്ഥ പിതാവിൽ നിന്ന് ദൈവത്തിന് സ്റ്റാർട്ട് ചെയ്തേ. എങ്ങോട്ടേക്ക്? ആരിലേക്ക് കൊടുത്തു? ക്രിസ്തുവിലേക്ക് കൊടുത്തു. അപ്പൊ കാരണഭൂതൻ മുഖാന്തരത്തിന് കൊടുത്തു. ഇനി മുഖാന്തരം എന്തെന്നറിയാമോ? തന്റെ അവയവമായ യോഹന്നാന് കൊടുക്കുക. കിട്ടിയോ? കമ്മ്യൂണിക്കേഷൻ പോണപോക്ക് കണ്ടോ? ആ മുഖാന്തരമായ ക്രിസ്തു തന്റെ അവയവമായ യോഹന്നാനെ എത്തിക്കുകയാണ്. വായിക്കുക. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. അപ്പസ്തോലിന് കൊടുത്തു. ഈ അപ്പസ്തോലൻ എന്ത് ചെയ്യുക? സഭയിലെ മറ്റംഗങ്ങൾക്ക് പാസ് ചെയ്യുക. ഇതാണ് ആ സ്പിരിച്വൽ കമ്മ്യൂണിക്കേഷൻ. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇത് നമ്മൾ മുറിഞ്ഞു പോകരുത്. ഈ അധികാരത്തിന് കീഴ്പ്പെടാതെ വരുമ്പോഴൊക്കെ ഇതൊക്കെ മുറിഞ്ഞു പോകും. അധികാരത്തിന് തങ്ങളുടെ മുമ്പിൽ ഒരു സ്പിരിച്വൽ അതോറിറ്റി ദൈവം വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഒരു ദേവദാസനെ വെച്ചിട്ടുണ്ട്, ഒരു പാസ്റ്റർ വെച്ചിട്ടുണ്ട്, കുടുംബത്തിൽ ഗൃഹനാഥനെ വെച്ചിട്ടുണ്ട്. ഇതിന് കീഴടങ്ങാതെ വരുമ്പോൾ കട്ടായി, പിന്നെ കിട്ടില്ല. കാരണം ഇതൊരു ഹൈറാർക്കിയാണ്. ആ ഒരു കൂടാരമാണ്, ദൈവത്തിന്റെ കൂടാരം ദൈവം വെച്ചിരിക്കുക. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് സഭയിൽ ഒന്നാമത് അപ്പസ്തോലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് സുവിശേഷകന്മാർ. അങ്ങനെ ആ ക്രമമൊക്കെ റൈറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ അതുകൊണ്ടാണ് പരസ്പരം അംഗീകരിക്കാൻ പഠിക്കണം. നമ്മളുടെ ഞാൻ എന്നുള്ള ഭാവവും ഇതൊക്കെ വിട്ടിട്ട് പരസ്പരം അംഗീകരിക്കാൻ പഠിക്കണം. അധികാരത്തോട് മറക്കുന്നവൻ ദൈവിക വ്യവസ്ഥയോട് മറക്കുന്നവൻ ശിക്ഷാവിധി പ്രാപിക്കും. ഹല്ലേലൂയ. അപ്പൊ ഇതൊക്കെ നല്ലൊരു നമ്മൾ ശിക്ഷാവിധി പ്രാപിക്കുന്നു നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. അതായത് നമ്മുടെ അതോറിറ്റിയെ നമ്മൾ ധിക്കരിച്ച് കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ശരീരത്തിൽ എവിടെയെങ്കിലും ചെറിയൊരു വേദന തുടങ്ങും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെറിയൊരു സംഭവം നടക്കും. നിങ്ങൾക്ക് മനസ്സിലാക്കുക, നമ്മുടെ അപ്പനും അമ്മയൊക്കെ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് ആ ഒരു ചൂരിലോട്ട് നല്ല അടി തരത്തില്ലേ? ഇതേപോലെ പപ്പ അടിക്കുന്നതാ, പക്ഷെ നമ്മൾ മനസ്സിലാക്കാറില്ല. നമ്മൾ ഉടനെ തന്നെ പാരസെറ്റാമോളും അമൃതാഞ്ജനും പോകും. ശരിക്കും പറഞ്ഞൊന്ന് മനസ്സിലാക്കിയാൽ മതി. ശരീരത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് സഹോദരിമാര് എല്ലാ മാസം 28 ദിവസം 5 ദിവസം വയറും പൊത്തി നടക്കാറില്ലേ? വേദനയെന്നും പറഞ്ഞുകൊണ്ട്. ഇതൊരൊറ്റ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല, ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞ കാര്യം എന്നറിയാമോ? ദൈവത്തിന്റെ വചനത്തിൽ പറയാണ്, നീ ഇത് ചെയ്തത് കൊണ്ട്, സ്ത്രീയോട് പറയാണ്, നീ ഇത് ചെയ്ത് അതുകൊണ്ട് നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. ഞാൻ നിന്റെ വേദനയെ വർദ്ധിപ്പിക്കും. ദൈവം പറയണം, ഞാൻ നിന്റെ വേദനയെ, അപ്പം പറയാണ്, നിന്റെ വേദനയെ ഞാൻ വർദ്ധിപ്പിക്കും. അതായത് പ്രസവ സംബന്ധമായി വേദനയെ ഞാൻ വർദ്ധിപ്പിക്കും. പിന്നെ വേറെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള ടൈമില്ല, നമ്മുടെ ഭാഗത്ത് എങ്ങോട്ട് പോകുന്നില്ല. അവിടെ ഇങ്ങനെയാണ് പറയുന്നത് കറക്റ്റഡ് ബൈബിളിൽ, യു വിൽ ഡിസയർ ടു കൺട്രോൾ യുവർ ഹസ്ബൻഡ്. നീ നിന്റെ ഹസ്ബൻഡിനെ കൺട്രോൾ ചെയ്യാൻ നീ ആഗ്രഹിക്കും, ബട്ട് ഹി വിൽ റൂൾ യു. അവൻ നിന്നെ വാഴും. അപ്പോൾ ഈ ഒരു സംഭവം നടന്ന കാര്യം ബൈബിളിലല്ലാതെ വേറെ ഒരിടത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, പ്രസവ സംബന്ധമായി എല്ലാ മാസവും ഒരു 4-5 ദിവസം വയറുവേദനയായിട്ട് നടക്കുന്ന രംഗം കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവം പറയാണ്,
ഞാൻ നിന്റെ വേദനയെ വർദ്ധിപ്പിക്കും. ഞാൻ നിന്റെ വേദനയെ വർദ്ധിപ്പിക്കും. ഇതെന്താ കാര്യം എന്നറിയാമോ? എൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ നിയമിച്ചാക്കിയ ആദത്തെ നീ കയ്യിലെടുത്തു. അവൻ നിന്റെ ഇഷ്ടത്തിലേക്ക് കയറിപ്പോയി, നീ വലിച്ചുകൊണ്ട് പോയി അവനെ. അതുകൊണ്ട് ഇത് നിനക്ക് സംഭവിക്കും. വായിച്ചേ, അത് തൊട്ടതുകൊണ്ട് 3:17 എന്ന് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 16-17 വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 3:16-17. സ്ത്രീയോട് കൽപ്പിച്ചത്, ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. അപ്പൊ ഞാൻ വർദ്ധിപ്പിക്കുമെന്ന് പറയുന്ന ദൈവമ പറയണേ. ഞാൻ നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഏറ്റവും വർദ്ധിപ്പിക്കും. എന്നിട്ട് നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. ഇതിന്റെ കാരണം, എന്നിട്ട് ഇനി വീണ്ടും ഉണ്ട്, റിപ്പീറ്റേഷൻ ഉണ്ട്. റിപ്പീറ്റേഷൻ അല്ല, വേറെ കുറെ എക്സ്പ്ലനേഷൻ ഉണ്ട്. അത് നമുക്കിപ്പോ ചിന്തിക്കണ്ട. ഇനി ആദത്തോട് പറഞ്ഞത് കേൾക്കാം. ആദത്തോട് എന്നാ പറഞ്ഞേ? വായിച്ച് 17 വായിച്ച്. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോടാകും, അവൻ നിന്നെ ഭരിക്കും. മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ശാപം കേറി. റിവേഴ്സാണ്. ഞാൻ നിന്നോട് പറഞ്ഞു തിന്നരുതെന്ന്, നിന്റെ ഭാര്യ എന്നോട് പറഞ്ഞു തിന്നാൻ. നീ നിമിത്തം ഭൂമി, നിന്റെ ഏരിയ ഓഫ് മാനേജ്മെന്റ് ശപിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കുടുംബം ശപിക്കപ്പെടാതിരിക്കണമെങ്കിൽ ദൈവം വെച്ച വ്യവസ്ഥയെ റിവേഴ്സ് ചെയ്യരുത്. എപ്പോഴും മനസ്സിലാക്കുക, ദൈവം വെച്ച വ്യവസ്ഥ തന്നെയാ. ആ വ്യവസ്ഥ കീപ്പ് ചെയ്യുന്നെങ്കിൽ കുടുംബം ബ്ലസ്ഡ് ആയിരിക്കും, അനുഗ്രഹീതമായിരിക്കുക. ഏത് വ്യവസ്ഥയിലും, അത് സഭയിലാകട്ടെ, ഈ രാഷ്ട്രത്തിലാകട്ടെ, അധികാരത്തോട് മറക്കുന്നവൻ ദൈവിക വ്യവസ്ഥയോട് മറക്കുന്നവൻ ശിക്ഷാവിധി പ്രാപിക്കും എന്ന ദൈവവചനം. ഇതിനെ കുടുംബജീവിതത്തെക്കുറിച്ച് ധാരാളം പഠിക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. നാം അത് മനസ്സിലാക്കിയാൽ വളരെ നല്ലതാ. അനുഗ്രഹീതമായ കുടുംബജീവിതം കൊണ്ടുപോകാൻ നമുക്ക് കഴിയും, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നൊരു കാര്യം, എഫേസ്യർ 4-3 ഭാഗങ്ങളിലേക്ക് കടന്നു വന്നിട്ട് നമ്മളത് വായിച്ചുകൊണ്ടിരുന്നേ. അവിടെ പറയാണ്, ആത്മാവിൻ്റെ ഐക്യത സമാധാനത്തിൽ കാക്കുക. അത് മീൻസ് നമ്മളെല്ലാം കൂടി ഒരു ഒറ്റ ആത്മാവാണ്, ഒറ്റ ആത്മാവായിട്ട് തിരികെ ക്രിസ്തുവിലേക്ക് വരുമ്പോൾ എല്ലാം കൂടി ഒന്നായി മാറുകയാണ്. വായിക്കുക. നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്. ആത്മാവ് ഒന്ന്, ഇതാ പറഞ്ഞ് എല്ലാവർക്കും കൂടി ഒരൊറ്റ ആത്മാവ്, പുത്രത്വത്തിന്റെ ആത്മാവ്. ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ്. ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ. കർത്താവ്. നമുക്ക് എല്ലാവർക്കും കൂടി ഒരേ തലയാണ്, ക്രിസ്തു എന്ന ഏക കർത്താവ്. വിശ്വാസം ഒന്ന്, എല്ലാവർക്കും ഒരൊറ്റ വിശ്വാസമാണ്. സ്നാനമൊന്ന്, സ്നാനമൊന്ന്. യേശു ക്രിസ്തുവിലേക്ക് ചേരുവാൻ നാം എല്ലാം സ്നാനം ഏറ്റിരിക്കുന്നു. താഴേക്ക്. എല്ലാവർക്കും മീതെയുള്ളവനും, എല്ലാവർക്കും മീതെയുള്ളവനും. ശ്രദ്ധിച്ച് ഇങ്ങോട്ട് നോക്കി, ചിത്രത്തിലേക്ക് നോക്കിയേ. എല്ലാവർക്കും മീതെയുള്ളവൻ. കണ്ടോ? അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ്. എല്ലാവർക്കും മീതെയുള്ളവനും, എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും. വ്യാപരിക്കുക എന്ന് വെച്ചാൽ പ്രവർത്തിക്കുക, വർക്ക് ചെയ്യുക. എല്ലാവരിലും പ്രവർത്തിക്കുന്നവനും. ശ്രദ്ധിച്ച്, നമ്മുടെ തല, ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പ്രവർത്തിക്കുകയല്ലേ. ഏതെങ്കിലും ഒന്നിൽ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അത് പാരലൈസ് ആകും, ചെയ്യും. എല്ലാത്തിലും പ്രവർത്തിക്കുക, എല്ലാവരിലും പ്രവർത്തിക്കുകയും എല്ലാവരിലും ഇരിക്കുന്നവനുമായി. എല്ലാവരിലും ഇരിക്കുകയാണ് ഈ തല. എല്ലാ അവയവങ്ങളിലും ഇരിക്കുക, എല്ലാ സെല്ലുകളിലും തല ഇരിക്കുക. എല്ലാവരിലും ഇരിക്കുന്നവനുമായി. എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. പഠിത്തം കിട്ടിയോ? ഹല്ലേലൂയ. ഇതാണ് ദൈവ കുടുംബം. ഇതിൽ ഈ വേടിൽ ക്രിസ്തുവുണ്ട്, ആത്മാവുണ്ട്, നമ്മളുണ്ട്, എല്ലാം കൂടെ ഒരൊറ്റ ബോഡി. അങ്ങനെ ദൈവത്തിന്റെ ചിന്തകൾ ക്രിസ്തുവിലേക്കും ക്രിസ്തുവിലുള്ളവരിലേക്കും വ്യാപരിച്ച് സൃഷ്ടി വസ്തുക്കളിൽ മേൽ ആ ദൈവത്തിന്റെ പ്രവർത്തനം കൊണ്ടുവരുന്നതാണ് ദൈവരാജ്യം. ഓരോ മനുഷ്യർ, ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങളെ ചിന്തിച്ചേ. നിങ്ങളുടെ രാജ്യമാണ്, നിങ്ങളുടെ രാജ്യമാണ്. ഇതാ ഓരോരുത്തരും ഓരോ രാജ്യങ്ങളാണ്. ഇവിടെ ഇതാ ശാന്തി രാജ്യമാണ്. ആ ശാന്തിയുടെ തല ചിന്തിക്കുന്നു, ശാന്തിയുടെ കയ്യും കാലും അത് ചെയ്യുന്നു. ആ കയ്യും കാലുമാണ് അവിടുത്തെ പ്രജകൾ, തലയാണ് അവിടുത്തെ രാജാവ്. ഇതേപോലെ ഇതാ സ്വർഗസ്ഥ പിതാവാണ് സർവത്തിൻ്റെയും മുകളിൽ. അതിൻ്റെ തൊട്ട് താഴെ കർത്താവായ യേശു, ആ മുഖാന്തരമായ ബോഡി. അതിൻ്റെ താഴെ നമ്മൾ ഓരോരുത്തരും സഭ. അപ്പോൾ ഈ ഒരു രംഗം മനസ്സിലാക്കി നമ്മളെല്ലാം കൂടെ ഒന്നാണെന്ന് മനസ്സിലാക്കി ആ അടുത്ത ജീവിതം നമ്മൾ അതിൻ്റെ ഉള്ളിലാണ്. അത് ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. ഇനി മരിക്കാൻ കാത്തിരിക്കണ്ട, ജനിച്ചു കഴിഞ്ഞാൽ അവിടെ ജീവിക്കാം.
വീണ്ടും ജനിച്ചാൽ അവിടെ ജീവിക്കാം. പലരും മരണശേഷം പോയി ജീവിക്കാനിരിക്കുക. വേണ്ട, ഇപ്പോഴേ അവിടെ ജീവിക്കാം. കാരണം ഇപ്പോൾ നമ്മൾ ഓൾറെഡി 2 സ്ഥലത്ത് ജനിച്ചു കഴിഞ്ഞു. ഒന്ന് അമ്മയുടെ വയറ്റിൽ നിന്ന്, അതാണ് ജഡത്താൽ ജനിച്ച ജഡം. മറ്റേ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചപ്പോ ദൈവത്താൽ നമ്മൾ ജനിച്ചു കഴിഞ്ഞു. ദൈവത്താൽ ക്രിസ്തുവിൽ നമ്മൾ ജനിച്ചു കഴിഞ്ഞു. അതാണ് ആത്മാവിൽ ജനിച്ച ആത്മാവ്. ആത്മാവിൽ ജനിച്ച ആത്മാവിന് ഇവിടെ ജീവിക്കാം. അതാ പറഞ്ഞ ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കണം. ഇവിടെ അടിപിടി ഉണ്ടാക്കി നീ അത് കളയരുത്. ആത്മാവിന്റെ ഐക്യം. നിങ്ങൾ രണ്ടുപേരും ആത്മാവിൽ ഒന്നാണ്. പക്ഷെ ദേഹിയിൽ വേറെ വേറെയാണ്. ഈ ദേഹിയിൽ വേറെ വേറെ നിങ്ങൾ അടിപിടി ഉണ്ടാക്കി ആത്മാവിന്റെ ഐക്യത കളയരുത് എന്നാണ് നമ്മളോട് പറയുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ അടുത്ത വാസസ്ഥലം ഇതാണ്. എന്നാൽ ഇന്നേ നമ്മൾ അവിടെ ഓൾറെഡി ഉണ്ട്. വീണ്ടും ജനനത്തിലൂടെ ആത്മാവിൽ അവിടെ ആയിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ദേഹിയിലും കൂടി അങ്ങോട്ടേക്ക് ഒന്നായി തീരുകയാണ്. എക്സാമ്പിള് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഈ എവറസ്റ്റ് കണ്ടിട്ടുണ്ടോ? എവറസ്റ്റ് കൊടുമുടി. ആ മലനിരകള്, ഞാൻ അതിന്റെ മുകളിൽ പോയിട്ടുണ്ട്. നടന്നല്ല കയറിയത്, വിമാനത്തിൽ പോയി കറങ്ങി ചുറ്റിക്കണ്ടേക്കൊക്കെ പോന്നു കാഠ്മണ്ഡുവിൽ. അപ്പോ ആ മലനിരകൾ പല രാജ്യങ്ങളിൽ, ചൈന, നേപ്പാൾ, ഇന്ത്യ, ഇങ്ങനെ ഇരിഞ്ഞു കിടക്കുക. ഇത് പല സ്ഥലങ്ങൾ. നിങ്ങൾ ചിന്തിച്ചേ, ഈ 3 സ്ഥലങ്ങളിൽ നിന്നും കുറച്ച് പേര് യാത്ര ചെയ്തു. എല്ലാവരും ചെയ്തിരിക്കുന്നത് എവറസ്റ്റിന്റെ ഒരു കറക്റ്റ് ഒരു പോയിന്റ് ടോപ്പിൽ വന്ന് വരണമെന്ന് പറഞ്ഞ് 3 സ്ഥലത്തുനിന്ന് യാത്രയായി. ഇവർ യാത്രയാകും തോറും ഇവർ തമ്മിൽ പരസ്പരം കണ്ടിട്ടില്ല. യാത്രയാകും തോറും എത്രത്തോളം അഡ്വാൻസ് ചെയ്യുന്നു അത്രത്തോളം ഈ 3 വ്യക്തികൾ തമ്മിലുള്ള ദൂരം കുറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ഇവരുടെ ലക്ഷ്യം ഒന്നാണ്. എല്ലാവരുടെയും ലക്ഷ്യം ആ എവറസ്റ്റിന്റെ ടോപ്പ് ആയതുകൊണ്ട് ചൈനയിൽ നിന്ന് കയറുന്നവനും നേപ്പാളിൽ നിന്ന് കയറുന്നവനും ഇന്ത്യയിൽ നിന്ന് കയറുന്നവനും യാത്ര പുരോഗമിക്കും തോറും ഇവരടുത്തുകൊണ്ടേയിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? കാരണം എല്ലാവരും ഇങ്ങനെ കൂടാരത്ത് ഇങ്ങനെ യാത്ര ചെയ്യുക, അങ്ങനെ അടുത്തുകൊണ്ടിരിക്കും. ഇതേപോലെ നമ്മൾ എല്ലാവരും ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി യാത്ര ചെയ്യാൻ തുടങ്ങിയാൽ, നമ്മൾ ഈ യാത്ര ചെയ്യുന്തോറും നമ്മളിലുള്ള അകലം കുറഞ്ഞുകൊണ്ടേയിരിക്കുവാനായിട്ട് ഇടയാകും. നാം ക്രിസ്തുവിന്റെ മനസ്സ് ഉള്ളവർ ആയിരിക്കണം എന്നാണ് ദൈവവചനം പറയുന്നത്. അതിനു പകരം നമ്മൾ കത്തോലിക്ക മനസ്സും പെന്തക്കോസ്ത് മനസ്സും TPM മനസ്സ് ഒക്കെ ആയി അങ്ങനെ പല മനസ്സായാൽ പരസ്പരം അടിയും ബഹളവും ഒക്കെ ആയിട്ട് തീരും. ഇതൊക്കെ മാറ്റിയിട്ട് നമ്മൾ പരസ്പരം സ്നേഹിക്കാൻ ക്രിസ്തു കൽപ്പന നൽകിയിരിക്കുന്നു. നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ മനസ്സ് ഉള്ളവരായിരിക്കണം. ആരെന്ത് പറഞ്ഞാലും ഇപ്പോൾ നിങ്ങൾ പറയാൻ, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളും പറയാൻ തയ്യാറാണ്. ബൈബിളിൽ നിന്ന് ആ പുതിയ ഉടമ്പടിയിലെ വചനം കാണിച്ച് ഇതാ ലക്ഷ്യം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാനത് ചേഞ്ച് ചെയ്യാൻ തയ്യാറാണ്. കാരണം എനിക്ക് വലിയത് നാളെ ഇവിടെ സെമിത്തേരി കൊണ്ട് മറിഞ്ഞു പോകുന്ന എൻ്റെ ചാച്ചനോ അമ്മാച്ചനോ അച്ഛനോ കൊച്ചച്ഛനോ അല്ല. എനിക്ക് വലുത് എൻ്റെ ക്രിസ്തുവാണ്. എനിക്ക് ക്രിസ്തുവിലൂടെ സ്വർഗീയ പിതാവിൽ ജീവിക്കണം. ഇപ്പോഴേ എന്നെ മരണം ഇവിടുന്ന് ജപ്തി ചെയ്ത് കളയും. അവസാനം ജപ്തി ചെയ്യുമ്പോൾ എനിക്ക് ആകെയുള്ള ആശ്രയം ക്രിസ്തുവാണ്. ആ ക്രിസ്തു പറയുക ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേവദാസന്മാരോടൊക്കെ പറഞ്ഞത് ഗെറ്റ് ഔട്ട് എന്നാ. ആ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാര്യം പോക്ക. അതുകൊണ്ട് ഞാനൊരു സ്റ്റെപ്പ് ചെയ്യാനില്ല. പകരം ഞാൻ യേശുവെ അനുഗമിച്ച് ആ യാത്രയിലാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ചിന്തിക്കുന്നു. ഇനി ഈ യാത്രയിൽ നിങ്ങൾ മനസ്സിലാക്കി, ഈ യാത്രയിൽ നിങ്ങൾ പോയാൽ സ്വർഗവും ഭൂമിയും കൂടെ നിങ്ങളിലൂടെ ഒന്നായി മാറും. സ്വർഗവും ഭൂമിയും കൂടെ നിങ്ങളിലൂടെ ഒന്നായി മാറും. സിമ്പിളും ഇത്ര പറയാനുള്ളൂ. എഫേസ്യ ലേഖനം 2:9-10 ഇതൊരു മർമ്മമാണ്. മനസ്സിലാക്കുക. ഇപ്പൊ നിങ്ങളുടെ വീട് തിരുവനന്തപുരമാണ്. ഇതാ നിങ്ങൾ എറണാകുളത്ത് വിവാഹം കഴിച്ചു എന്ന് ചിന്തിക്കുക. അങ്ങനെ ഈ അറിവില്ലാത്ത 2 കുടുംബങ്ങൾ, തിരുവനന്തപുരത്തുള്ള നിങ്ങളുടെ കുടുംബവും എറണാകുളത്തുള്ള നിങ്ങളുടെ ഭർത്താവിന്റെ കുടുംബവും കൂടി രണ്ടും കൂടെ വിവാഹശേഷം ഒരു കണക്ഷനായി. മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലെ തന്നെ സ്വർഗവും ഭൂമിയും കൂടെ ക്രിസ്തുവിൽ നാം ചേരുമ്പോൾ സ്വർഗവും ഭൂമിയും കൂടെ ഒന്നാകും. ഇതൊരു മർമ്മമാണ്. എഫേസ്യ ലേഖനം 1:9-10 വായിച്ച്. 1:9-10. അവനിൽ താൻ മുൻ നിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി കൊണ്ട് തന്നെ. ശ്രദ്ധിച്ചോ? മനസ്സിലായോ? സ്വർഗവും, ഇതാണ് പുതിയ ക്രിസ്തുവിനെ കാണിച്ചേക്കണേ, താഴെ ഭൂമി. സ്വർഗവും ഭൂമിയും കൂടെ ക്രിസ്തുവിൽ ഒന്നായി തീരണം. ഈ വ്യവസ്ഥയാണ് കാലസമ്പൂർണ്ണ നടക്കേണ്ടത്. മനസ്സിലായോ? ഇത് നടക്കേണ്ടത് നമ്മളില്ല.
ക്രിസ്തുവിലുള്ള നമ്മളിലൂടെയാണ് സ്വർഗവും ഭൂമിയും കൂടെ ഒന്നായി തീർന്നത്. ഇതൊരു മർമ്മമാണ്, ഇത് തിരിച്ചറിയുക. ഹല്ലേലൂയ. അപ്പോൾ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒന്നാകുകയാണ്. വധുവിൻ്റെ വീട് ഭൂമി, വരൻ്റെ വീട് സ്വർഗം. ഇവർ തമ്മിൽ ഒരു കണക്ഷൻ വരുന്നതോട് കൂടെ ഇതാ സ്വർഗവും ഭൂമിയും കൂടെ കണക്ഷനായി. എന്നാൽ ക്രിസ്തു തുപ്പിയാലോ, ക്രിസ്തു തള്ളിയാലോ, ഞാൻ ഒരു കാലത്ത് ഇനി അറിയുന്നില്ല, ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞ പരിപാടി കഴിഞ്ഞു. വാസസ്ഥലം പോയി. സഭക്കാരോടും മേജർ ആളുകളോടും പറയുന്ന സംഭവം ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യേശു നമ്മളെ തള്ളിയാൽ, ഇത് ശ്രദ്ധിച്ച് ഇവിടെ നോക്കിയേ, പോകാൻ വേറെ 3-ാമത്തെ വാസസ്ഥലം ഇതാ, തീപ്പൊയ്ക. 3-ാമത്തെ വാസസ്ഥലമാണ് ഇത്. നമ്മുടെ ടൈറ്റിൽ, മീറ്റിങ്ങിന്റെ ടൈറ്റിൽ എന്താ? വാസസ്ഥലം. ആദ്യത്തെ വാസസ്ഥലം ശരീരം, ആദത്തിൽ. അത് 60, 70, ഏറിയ 80. അത് വിട്ടുപോകും, മരണം ജപ്തി ചെയ്യും. 2-ാമത്തെ വാസസ്ഥലം പിതാവോടുകൂടെ ജീവിക്കാൻ ക്രിസ്തുവിൽ വസിക്കുക. ഇതാണ് 2-ാമത്തെ വാസസ്ഥലം. ക്രിസ്തു തള്ളിയാൽ 3-ാമത്തെ വാസസ്ഥലമാണ് തീപ്പൊയ്ക. മനസ്സിലാവുന്നുണ്ടോ? തീപ്പൊയ്ക. ക്രിസ്തു തള്ളിയാൽ, ക്രിസ്തു തള്ളുന്നത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല അല്ലേ? കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇതാ സഭക്കാരെ തള്ളുന്ന രംഗമാണ്. ലവോദൂക്യ സഭയെ, ആ സഭയിലെ വ്യക്തിത്വങ്ങളെ തള്ളുന്ന ഒരു രംഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഓ ഫാദർ വി താങ്ക് യു. 14 മുതൽ വായിക്കേ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 14 മുതൽ. ലവദിക്കയിലെ സഭയുടെ ദൂതന് എഴുതുക, വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവ സൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകയാൽ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. നിന്നെ, അതായത് സഭക്കാരനെയായി പറയുന്നേ, വിശ്വാസിയായി പറയണേ, നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. വായിൽ എന്ന് വെച്ചാൽ നീ എൻ്റെ ഒരു ഭാഗമാണ്. നിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ വായിൽ വെക്കണൊക്കെ എന്താ ചെയ്യുക? ഒരാൾ നല്ല മധുരമാണെന്നും പറഞ്ഞുകൊണ്ട് കയ്പുള്ള സാധനം തന്നു, നിങ്ങൾ എന്നാ ചെയ്യുക? തുപ്പിക്കളയും അല്ലേ? ഇവിടെയും യേശു പറയാണ്, നിന്നെ ഞാൻ തുപ്പിക്കളയും. മനസ്സിലായോ? അങ്ങനെ യേശു നമ്മളെ തുപ്പിക്കളയുന്ന ഇടയിലേക്ക് വരരുത്. യേശു തുപ്പുന്നത് കണ്ടിട്ടുണ്ടോ? യേശു തുപ്പുന്ന ന്യായാസനമാണ് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. ഇതാണ് മത്തായി 7-ന്റെ 21, 22, 23. യേശു തുപ്പുകയാണ്. കണ്ടോ? അവരോട് പറയുകയാണ്, ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിനെന്ന് തീർത്തു പറയും. തുപ്പുന്ന രംഗമാണ് ഈ കാണുന്നത്. തീർത്തു പറയാ. ആരോടാ ഈ പറയുന്നേ? ദൈവദാസന്മാരോടാ, സുവിശേഷം അറിയിക്കുന്നവരോടാ, രോഗികളെ സൗഖ്യമാക്കുന്ന, ഭൂതങ്ങളെ പുറത്താക്കുന്ന, പ്രവചിക്കുന്നവരോടാ, യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരോടാ, സഭയോടായി പറയുന്നത്. തുപ്പിക്കളയും, ഞാൻ നിന്നെ പുറത്താക്കി കളയുക. ഹല്ലേലൂയ. യേശു പുറത്താക്കിയാൽ പിന്നെ ഓൾറെഡി ജഡത്തിൽ നിന്ന് പുറത്താക്കി, എന്നിട്ടാണ് ഇവിടെ ചെല്ലുന്നത്. അവിടെ നിന്ന് യേശുവും പുറത്താക്കി. അങ്ങനെയാണെങ്കിൽ ഇവന് 3-ാം സ്ഥലം മാത്രമേ ഉള്ളൂ. ആ സ്ഥലമാണ് ഈ വാക്യം ഒന്ന് വായിച്ചു. മത്തായി 7:22. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്ത് പറയും. വിട്ടുപോക്കോ, വാസസ്ഥലമില്ല, അവിടെ നിന്ന് വിട്ടു. അവിടെ നിന്ന് വിട്ടാൽ അടുത്തൊരൊറ്റ വാസസ്ഥലമേ ഉള്ളൂ. അത് നമുക്ക് മനസ്സിലാക്കാം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം നമ്മൾ കാണുമ്പോൾ നമ്മൾ പറയുന്ന രംഗമാണ് അവിടെ. ഓ ഫാദർ വി താങ്ക് യു ലോർഡ്, ഐ ലവ് യു. അതിൻ്റെ 41-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാം, യേശു ക്രിസ്തു തുപ്പുമ്പോൾ എങ്ങോട്ടേക്ക് പോകാനാണ് പറയുന്നത്? എങ്ങോട്ടേക്ക് പോകാനാണ് പറയുന്നത്? 3-ാമത്തെ വാസസ്ഥലം. ശ്രദ്ധിച്ച് കേൾക്കുക. അങ്ങോട്ടേക്കാണ് പോകാൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. 41 വായിച്ച്. മത്തായി 25:41. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും
അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിൻ. അപ്പൊ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കുകയാണ്. മൂന്നാമത്തെ വാസസ്ഥലം ഏതാ? നിത്യാഗ്നി. മനസ്സിലാവുന്നുണ്ടോ? അത് ആർക്ക് വേണ്ടി ഒരുക്കിയതാ? നമുക്ക് വേണ്ടിയാണോ? അല്ല, പിശാചിനും അവന്റെ ദൂതന്മാർക്ക് വേണ്ടിയാ. പക്ഷെ നമ്മൾ യേശുക്രിസ്തുവിനെ അനുസരിക്കത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. ദൈവത്തോട് വസിക്കണമെങ്കിൽ വിശുദ്ധി കൂടാതെ ആരും ദൈവത്തെ കാണത്തില്ല. അതിന് തക്കവണ്ണം ഒരുങ്ങിയില്ല. ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരണത്തിലൂടെയാണ് ദൈവപുത്രന്മാരെ നമ്മൾ വെളിപ്പെടേണ്ടത്. അപ്പൊ ഇത് വരാത്ത തലത്തിലേക്ക് വന്നപ്പോൾ ആൾമാറ്റം സംഭവിക്കുന്നില്ല, ഹോള് മാറ്റം മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ആളുടെ ഹോള് മാറി, ഡ്രസ്സ് മാറി, ഹോളും മാറി, ഡ്രസ്സിന്റെ കോഡും മാറി, എന്നാൽ ആള് മാറിയില്ല. ദൈവം ആഗ്രഹിക്കുന്നത് ആള് മാറുകയാണ്. മനുഷ്യപുത്രന്മാർ ദൈവപുത്രന്മാരായി മാറുകയാണ്. നമ്മളിലൂടെയുള്ള നീതിപ്രവൃത്തി നമ്മളിൽ ഓട്ടോമാറ്റിക് സംഭവിക്കും. പ്രവർത്തിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നതുണ്ട്, അത് നല്ലത് തന്നെ. എന്നാൽ ദൈവപുത്രന്മാരിൽ ഇത് ഓട്ടോമാറ്റിക്കാണ്. കാരണം അവരുടെ ഫേംവെയർ അങ്ങനെയാണ്. ആ ഫേംവെയർ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ഓട്ടോമാറ്റിക് അവര് നന്മ ചെയ്യാൻ തുടങ്ങും. കാരണം അത് ചെയ്തു പോരാൻ അവരെ മുൻ നിയമിച്ചിരിക്കുകയാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങൾ, ഇവിടെ പറയുകയാണ്, പിന്നെ യേശു ക്രിസ്തു അല്ലെങ്കിൽ അവൻ അടുത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട്, അപ്പൊ യേശുവെ വിട്ടോളെ, ആ വാസസ്ഥലമില്ല. പിശാചിനും അവന്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. അവിടെ ആണെങ്കിൽ മരിക്കുവോ? അതിന്റെ പേരാണ് രണ്ടാം മരണം. ആ രണ്ടാം മരണത്തിലും ഒരിക്കലും മരണമില്ല, നിത്യദണ്ഡനമാണ്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, യേശുവിലൂടെ പിതാവിനോടുകൂടെ നിത്യ ജീവനിൽ നമുക്ക് പ്രവേശിക്കാം. എന്നാൽ ഇതാ അപ്പൊ തന്നെ യേശു തള്ളിയാൽ നിത്യമായ തീപ്പൊയ്കയിലേക്ക് കടന്നു പോകാനായിട്ട് ഇടയാകും. അപ്പൊ ഇങ്ങനെ എത്രത്തോളം ഭയത്തോടും ഭക്തിയോടും കൂടെ ഒരു വിശുദ്ധ ജീവിതം നാം നയിക്കണം. പക്ഷെ നമ്മളൊരു കാഷ്വൽ ലൈഫല്ലേ നല്ലൊരു പങ്ക് നയിക്കുന്നേ, അല്ലേ? കാഷ്വൽ ലൈഫ് മറ്റുള്ളവരെ നോക്കുന്നത് കൊണ്ടല്ലേ അങ്ങനെ. മറ്റുള്ളവരെ നോക്കുന്നത്, നീ യേശുവെ നോക്കിക്കഴിഞ്ഞാൽ യേശു പറയുന്നൊരു കാര്യം, നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ചയാകുന്നുവെങ്കിൽ, പാപം ചെയ്യാൻ കാരണമാകുന്നുവെങ്കിൽ, നിത്യ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നല്ലതാ കണ്ണങ്ങ് തുറന്നു കളയാൻ. അതിന്റെ അർത്ഥം കണ്ണ് തുറക്കാനല്ല, അതിന്റെ പ്രാധാന്യം യേശു പറഞ്ഞു തരികയാണ്. മനസ്സിലാകുന്നുണ്ടോ? നിന്റെ കൈ നിനക്ക് പാപത്തിന് കാരണമാകുന്നുവെങ്കിൽ ആ കൈയങ്ങ് വെട്ടിക്കളഞ്ഞായിരുന്നു. അതിന്റെ അർത്ഥം കൈവെട്ടാനല്ല ഈ പറഞ്ഞേ. അത്രത്തോളം ഹൊറിബിളാണ് പാപത്തിൽ ജീവിക്കുന്നത്. അപ്പം എൻ്റെ സഹോദരങ്ങളെ, 3 വാസസ്ഥലങ്ങളാണ്. ഒന്നാമത്തെ വാസസ്ഥലം ഈ ദ്രവിക്കുന്ന ജഡത്തിൽ, ആദത്തിലാണ്. ആദത്തിൽ എല്ലാവരും മരണത്താൽ ജപ്തി ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ആദത്തിൽ എല്ലാവരും മരിച്ചു പോകുന്നു. ഹല്ലേലൂയ. ഇനി നിത്യം ജീവിക്കുവാനുള്ള നമുക്കുള്ള സ്ഥലം ക്രിസ്തുവിലാണ്. ആ ക്രിസ്തുവിൽ ജീവിച്ചാൽ നമുക്ക് അതുവഴി സ്വർഗീയ പിതാവിൽ ജീവിക്കുവാനായിട്ട് കഴിയും. കാരണം പിതാവും ക്രിസ്തുവും ഒന്നായിരിക്കുന്നത് പോലെ നമ്മളും കൂടെ ആ കുടുംബത്തിൽ ഒന്നാകാനാണ് ക്രിസ്തു നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ക്രിസ്തു പറയുന്നു, ഞാൻ മുന്തിരിവള്ളി, എൻ്റെ പിതാവ് എനിക്ക് സപ്ലൈ ചെയ്യുന്ന തോട്ടക്കാരനും ആകുന്നു. നിങ്ങൾ എന്നിൽ നിന്നാൽ ആ സപ്ലൈ നിങ്ങൾക്കും കിട്ടും. നമ്മൾ ഒരു കുടുംബമായി തീരും. മനസ്സിലാവുന്നുണ്ടോ? അതിലേക്കാണ് നമ്മൾ വിളിക്കുന്നത്. എന്നാൽ നമുക്കതിന് മനസ്സില്ല. നമ്മുടെ തോന്നിയവാസന, നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ഓടുകയാണ്, കള്ളപ്രവാചകന്മാരുടെ പുറകെ ഓടുകയാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവസാനം ക്രിസ്തു നമ്മളെ തുപ്പും. തുപ്പിക്കഴിഞ്ഞാൽ പോകേണ്ട സ്ഥലം പറഞ്ഞു, പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയ നിത്യാഗ്നിയിലേക്ക് പ്രവേശിക്കും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കൊല്ലത്തുള്ളവരോട് മാത്രമല്ല, ഈ ശബ്ദ കാഴ്ചപരിധിയിലുള്ള ഞാൻ സ്നേഹിക്കുന്ന, ഞാൻ പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരോടും പറയുകയാണ്, ജീവിതം വിശുദ്ധിയിൽ സൂക്ഷിക്കുക, പാപത്തിൽ നിന്ന് ഓടി അകലുക. യേശുവെ അനുഗമിക്കുന്നത് വഴി നമ്മുടെ ഉള്ളിലെ പാപ സ്വഭാവത്തിൻ്റെ വേരുകൾ പിഴുതെടുത്ത് കളയുക. അങ്ങനെ അനുദിനം വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നമുക്ക് നമ്മുടെ സോൾ യാത്രയാകാം. നമ്മുടെ ആത്മാവ് ഓൾറെഡി പുതിയ സൃഷ്ടിയിലാണ്, ക്രിസ്ത്യാനി രൂപനാണ്. ആ ക്രിസ്തുവെ അനുദിനം നമ്മൾ ധരിക്കുവാനായിട്ട് ഇടയാകണം. നമ്മുടെ ജീവിതം ഏറ്റവും ഭംഗിയായി, ഏറ്റവും ക്രിസ്ത്യാനികമായി ജീവിച്ച് നമ്മുടെ വായിലെ വാക്കുകളേക്കാൾ നമ്മുടെ ജീവിതം അവരുടെ മുമ്പിൽ ഒരു സന്ദേശമായി തീരട്ടെ. വളരെ ശ്രദ്ധയോടുകൂടെ ഇതാ ഈ വചനങ്ങളെ അങ്ങനെ തന്നെയോ എന്ന് മനസ്സിലാക്കിയിട്ട് ഈ വചനങ്ങളെ ജീവിപ്പാൻ ദൈവം നിങ്ങൾക്ക് ഏവർക്ക് കൃപ തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും നമ്മുടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. ഈ വചനം നിങ്ങൾക്ക് പ്രയോജനകരമായോ? ഗ്ലോറി ടു ഗോഡ്. എഴുന്നേറ്റാണ് ദൈവത്തിന് നന്ദി പറയാം. കണ്ണുകളെ അടയ്ക്കാം. മുഫാദ ഓൺലൈനിലായിരിക്കുന്ന എല്ലാവരും ഒരു നിമിഷം ദൈവസന്നിധി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ 3 മണ്ഡലങ്ങളെ കുറിച്ച് നാം കേട്ടു. ഓ ഫാദർ, വി താങ്ക് യു, വി ഗിവ് യു ഗ്ലോറി. Love you, Dad. Love you.
നിങ്ങളുടെ കണ്ണുകൾ അടച്ച് ജീവിതത്തിൻ്റെ ഈ പ്രാധാന്യത, 3 വാസസ്ഥലങ്ങൾ. ഒന്ന്, ശരീരത്തിൽ ദേഹി വസിക്കുന്നു. അത് 50, 60, 70, ഏറിയാൽ 80. അത് കഴിഞ്ഞാൽ ദേഹി ശരീരം വിട്ട് ഒന്നില്ലെങ്കിൽ സ്വർഗീയ പിതാവിനോടുകൂടെ ജീവിക്കുവാൻ, ക്രിസ്തുവിൽ ജീവിക്കുവാൻ തയ്യാറാകണം. ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരാകുവിൻ എന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുന്നു. അതിലേക്ക് ആ വിശുദ്ധി പ്രാപിച്ച് ജയം പ്രാപിക്കുന്നവരെ രാജാവ് തന്റെ സന്തോഷത്തിലേക്ക്, ലോകസ്ഥാപനം മുതൽ ഒരുക്കപ്പെട്ട ആ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കാനിടയാകും. എന്നാൽ ക്രിസ്തുവെ അനുസരിക്കാതെ, ക്രിസ്തുവിന്റെ പേരിൽ തനിക്കിഷ്ടമുള്ളത് കുറെ ചെയ്ത് നിലനിൽക്കുന്ന, മത്തായി 7:21, 22, 23 യേശുവിനെ കർത്താവായി സ്വീകരിച്ചു, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, പ്രവചിച്ചു. പക്ഷെ പാപത്തിൽ, അധർമ്മത്തിൽ ജീവിക്കുന്ന വ്യക്തിത്വങ്ങളെ യേശു പറഞ്ഞു, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുക. എങ്ങോട്ടേക്കാണ് വിട്ടുപോകേണ്ടത്? മത്തായി 25:41 പറയുന്നത്, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുക. 3 വാസസ്ഥലങ്ങളെ നാം കണ്ടു. നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്, നമുക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്നത്, തെസ്സലോനിക്കർ 5:9 പറയുന്നു, നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിന് നമ്മളെ അതിനാണ് ദൈവം നിയമിച്ചത്. പിശാചിനോടുകൂടെ തീപ്പൊയ്യയിലേക്ക് പോകാനല്ല, ദൈവത്തോടു കൂടെ ജീവിക്കേണ്ടതിന് തന്റെ പുത്രനായ ക്രിസ്തു മുഖാന്തരം രക്ഷയെ പ്രാപിപ്പാൻ അത്ര നിയമിച്ചത്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ആ ക്രിസ്തുവെ അനുഗമിച്ച്, ക്രിസ്തുവെ അനുസരിച്ച് ആ സ്വകീയ പിതാവുമായി ക്രിസ്തുവിലൂടെ ഒന്നാകാം, ഒരു കുടുംബമായി തീരാം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. ഇനിയും പഴയതിലേക്കല്ല തിരിയേണ്ടത്, ഇനി ജഡത്തിലേക്കല്ല തിരിയേണ്ടത്, ഇനി ആത്മാവിലേക്ക് തിരിയുവാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവവുമായി ഈ ഹോളിലായിരിക്കുന്നവരും ശബ്ദ കാഴ്ചപരിധിയിലായിരിക്കുന്നവരും കേട്ട വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവവുമായി ഒന്ന് ബന്ധപ്പെട്ടാട്ടെ. നിങ്ങളുടെ തീരുമാനം ദൈവത്തെ ഒന്ന് അറിയിച്ചാട്ടെ. ഇത്രയും നേരം ദൈവം ഈ ശരീരത്തിലൂടെ മുഖാന്തരമായി നിങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇനി തിരിച്ച് നിങ്ങൾ ദൈവത്തോടൊന്ന് സംസാരിച്ചാട്ടെ. നിങ്ങൾക്ക് എന്താണ് ദൈവത്തോട് പറയാനുള്ളത്? ഈ കേട്ടതിൽ എന്താണ് ദൈവത്തെ അറിയിക്കാനുള്ളത്? ഈ വചനപ്രകാരം ജീവിപ്പാൻ നിങ്ങൾ തയ്യാറാണെന്നാണോ അറിയിക്കാനുള്ളത്? അതോ സാധാരണ ഒരു പ്രസംഗം കേട്ട ആമേൻ പറഞ്ഞ് ഞങ്ങൾ പോകുന്നത് പോലെ പോകുമെന്നാണോ പറയാനുള്ളത്? എന്താണ് ദൈവത്തോട് പറയാനുള്ളത്? അത് ദൈവത്തെ ഒന്ന് അറിയിച്ചാട്ടെ. ഈ ശബ്ദ കാഴ്ചപരിധിയിലുള്ള എൻ്റെ പ്രിയ സഹോദര, പ്രിയ സഹോദരി, ദൈവദാസനെ, ദൈവദാസിയെ ബഹുമാനത്തോടെ അങ്ങയോട് പറയട്ടെ, അങ്ങേക്ക് എന്താണ് ദൈവത്തോട് പറയാനുള്ളത്? ദൈവത്തോടൊന്ന് പറഞ്ഞാട്ടെ, ദൈവത്തോടൊന്ന് പറഞ്ഞാട്ടെ. അങ്ങ് ഈ സന്ദേശം എനിക്ക് തന്നത് ഇഷ്ടമായെന്നാണോ ഇഷ്ടമായില്ലെന്നാണോ? ഇതാ എന്താണ് പറയാനുള്ളത്? എങ്ങനെ ജീവിക്കാനാണ് ഇനി തീരുമാനം എടുത്തിരിക്കുന്നത്? എന്താണ് ദൈവത്തോട് ചോദിക്കാനുള്ളത്? ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് അതിനുള്ള സഹായം തരണമേ എന്ന് ചോദിക്കുകയാണോ? ഓരോരുത്തരും ദൈവത്തോടൊന്ന് ബന്ധപ്പെടട്ടെ, ദൈവത്തോട് ബന്ധപ്പെടട്ടെ. താങ്ക് യു അപ്പാ, താങ്ക് യു അപ്പാ, താങ്ക് യു ഡാഡി. അപ്പാ, ഈ മക്കൾക്ക് വേണ്ടി അങ്ങയുടെ സന്നിധി നിൽക്കുകയാണ്. അങ്ങ് ഞങ്ങൾക്ക് തന്ന ഈ സന്ദേശത്തിനായി നന്ദിയോടെ സ്തോത്രം. വാസസ്ഥലങ്ങൾ, എൻ്റെ പിതാവേ, ഈ 3 വാസസ്ഥലങ്ങളെയും കുറിച്ച് മാനവരാശിയായി ഞങ്ങൾക്ക് സഭയ്ക്ക് അങ്ങ് വെളിപ്പെടുത്തി തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ മക്കളെടുത്ത തീരുമാനങ്ങളെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഏൽപ്പിക്കുകയാണ്. അപ്പൊ അങ്ങ് ആഗ്രഹിച്ച തീരുമാനങ്ങൾ തന്നെയാകുവാൻ അങ്ങ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും വ്യത്യസ്തമായി ചിന്തിക്കുന്നുവെങ്കിൽ അവരെയും കൂടി അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയ നല്ല പിതാവേ, അങ്ങയുടെ അത്ഭുത കരങ്ങളിൽ ഏൽപ്പിക്കുക. അങ്ങയുടെ സാന്നിധ്യവും തേജസ്വിയും മക്കളോട് കൂട്ടായിരിക്കണമേ കർത്താവേ. അപ്പൊ ആ വചനം കേട്ട ആരും നശിച്ചു പോകാതെ
നിത്യജീവങ്ങളിൽ കാണപ്പെടുക. അപ്പൊ ആ ക്രിസ്തുവിൽ കാണപ്പെടുക, സ്വർഗീയ പിതാവിന്റെ ഭവനത്തിൽ കാണപ്പെടുക അങ്ങ് ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏതെല്ലാം ജീവിതത്തിൽ ഏതെല്ലാം താളപ്പിഴകളുണ്ടോ അതെല്ലാം കർത്താവെ അങ്ങ് തന്നെ അങ്ങ് യഥാസ്ഥാനപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏതെല്ലാം കോട്ടകൾ മനുഷ്യന്റെ മനസ്സിലുണ്ടോ അതെല്ലാം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ ഇടിഞ്ഞു വീഴട്ടെ എന്ന് കൽപ്പിക്കുകയാണ്. ദൈവത്തിന്റെ ശക്തി അവിടെ കടന്നു വരട്ടെ എന്ന് കൽപ്പിക്കുകയാണ്. വിശ്വാസത്തിന് തടസ്സമായി നിൽക്കുന്ന ചിന്തകൾ കോട്ടകളായി മനുഷ്യരുടെ മനസ്സുകളിൽ ഉയരുന്നുവെങ്കിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതെല്ലാം ഇടിഞ്ഞു വീഴുവാനായിട്ട് ഇടയാകട്ടെ. ദൈവാത്മാവിന്റെ ശക്തിയാൽ തകർപ്പെടുവാനായിട്ട് ഇടയാകട്ടെ. കർത്താവേ, ഈ ദേശത്തിന് മുഴുവൻ ഈ ദൈവരാജ്യ മൊഴികൾ ഉണരപ്പെടുക, വളരപ്പെടുവാൻ അങ്ങ് ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അത്ഭുത കരങ്ങളിലേക്ക് ഈ മക്കളെ ഏവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അങ്ങയുടെ സാന്നിധ്യവും തേജസ്സും മക്കളോട് കൂട്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ശബ്ദ കാഴ്ചപരിധിയിൽ ആയിരിക്കുന്ന മക്കളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവർ ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് സംസാരിച്ചാലോ അങ്ങയുടെ ആത്മാവ് അവരോട് ഇടപെടുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ആത്മാവ് ജീവൻ കൊടുക്കുന്നതാകിയാൽ, അങ്ങയുടെ ആത്മാവ് മരണത്തെ മാറ്റി ജീവൻ കൊടുക്കുന്നതാകിയാൽ അങ്ങയുടെ ആത്മാവ് മൈലുകൾക്കകലെ വ്യാപരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. ആയിരിക്കുന്ന രോഗികളല്ല ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഇവരെ കീഴടക്കുന്ന നരകത്തിന്റെ എല്ലാ രോഗത്തിന്റെ ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ മാറി നിൽക്കുവാൻ കൽപ്പിക്കുകയാ. ഇവരെ പരിപൂർണ്ണ സ്വാതന്ത്ര്യം ഇവരുടെ മേൽ കൽപ്പിക്കുക. ദൈവനാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവരെ നിത്യം അനുഗ്രഹരായി തീരട്ടെ. ഈ അനുഗ്രഹം ഇവരെ സ്വർഗീയ കുടുംബത്തിൽ എത്തിപ്പാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇവർ ഓരോരുത്തരെയും നരകം കൊള്ളയിടുന്ന കൊള്ളക്കാരായി, സ്വർഗം നിറയ്ക്കുന്നവരായി, ക്രിസ്തുവിന്റെ ഭാഗത്തുള്ളവരായി തീർക്കുക. കർത്താവെ, അങ്ങ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ മീറ്റിംഗുമായി ബന്ധപ്പെട്ട കർത്താവെ ഈ മന്ദിരം അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, ഇതുമായി ബന്ധപ്പെട്ട് കടന്നു വന്ന ഈ മക്കളെല്ലാം അങ്ങാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവെ, ഈ മീറ്റിംഗ് മുഖാന്തരം ഈ കൊല്ലം പട്ടണം അനുഗ്രഹിക്കപ്പെട്ട. കർത്താവെ, കൂടെയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്ര. സർവമഹത്വം പിതാവേ ഞങ്ങൾ അങ്ങേക്ക് തരികയാണ്. കൂടിയിരിക്കുന്നതിനായി നന്ദി. അവസാനം വരെ ഞങ്ങൾക്ക് ജയം തരുന്ന കൃപയ്ക്കായി നന്ദി. സർവ്വ സ്വർഗസ്ഥ പിതാവിന് മഹത്വത്തിനായി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. ഇതാ ഞാൻ ഇവിടെ തന്നെയുണ്ട്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മീറ്റിങ്ങിന് ശേഷം അല്പസമയം ഞാൻ ഇവിടെ ഉണ്ടാകും. നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. എനിക്ക് ദൈവം പറഞ്ഞു തന്നിട്ടുള്ളതാണെങ്കിൽ അത് ഞാൻ നിങ്ങളെ അറിയിച്ചു തരാം. ദൈവം സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. കണ്ടക്ട് ചെയ്ത്